അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മരിച്ചവർ എവിടെ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി 5-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. 2026 ജൂൺ മാസം 22-ാം തീയതി നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് ആമുഖമായിട്ടുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. മനുഷ്യൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു, നരകത്തിൽ പോകുന്നു എന്നുള്ള പൊതുചിന്താധാരയ്ക്കപ്പുറമായിട്ട് ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ചല്ലെങ്കിൽ ദൈവം എന്താണോ അവന് വേണ്ടി വെച്ചിരിക്കുന്നത്, അവൻ ഏതിനായി തീർന്നിരിക്കുന്നുവോ അതനുസരിച്ചുള്ള മരണാനന്തര നിലകളിലേക്കാണ് മനുഷ്യർ മാറ്റപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തുമട്ടിടയാത്തത്. അത് മുഴുവനായി പഠിപ്പിച്ചിട്ടില്ല, എന്നാൽ അത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ 8 മരണാനന്തരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നാം ചിന്തിച്ചിരുന്നു. ഇപ്പോൾ വർത്തമാന കാലത്തിൽ 6 മരണാനന്തരങ്ങളാണെന്നുള്ളതും 8 മരണാനന്തരങ്ങളിൽ 1 മരണാനന്തര നിര ഇപ്പോൾ ഇല്ല, അത് ശൂന്യമായി എന്നുള്ളതും നാം ചിന്തിച്ചിരുന്നു. എന്നാൽ മറ്റൊരു മരണാനന്തര നിര അത് പ്രത്യക്ഷപ്പെടാനുണ്ട്, വരാനുണ്ട്, അവിടേക്ക് ആത്മാക്കൾ പ്രവേശിക്കപ്പെടുവാനുണ്ട് എന്നുള്ളതും കൂടെ കൂട്ടുമ്പോഴാണ് 8 മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള പഠനം നമുക്ക് പൂർത്തീകരിക്കപ്പെടുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ നിലകളെക്കുറിച്ചും ആരൊക്കെ എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിത്യതയോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് പോകുന്നു. സാധാരണ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു മനുഷ്യനോട് ചോദിക്കുന്നത്, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ദൈവത്തിൻ്റെ അടുക്കൽ പോകണ്ടേ, അത് നരകത്തിൽ പോകണമോ, നരകത്തിലേക്ക് പോകണമോ എന്നാണ് ചോദിക്കുന്നത്. നരകത്തിൽ പോകും. നരകവും അഗ്നരകവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ നരകം എന്ന് പൊതുവെ ചോദിക്കുന്നത് അഗ്നരകത്തിൽ പോകണമോ അതോ സ്വർഗത്തിൽ പോകണമോ എന്നുള്ളതാണ്. ഇപ്പം സ്വർഗത്തിൽ പോകുക എന്നുള്ളത് എന്താണ് എന്നുള്ളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കോമൺ ചിന്ത നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നോ സാത്താൻ്റെ അടുക്കൽ പോകുന്നോ എന്നുള്ളതാണ്. ഇരുളിനോട് ചേരുന്നുവോ വെളിച്ചത്തോട് ചേരുന്നുവോ എന്നുള്ളതാണ്. വെളിച്ചമാകുന്ന ദൈവത്തോട് ചേരുന്നുവോ അതോ ഇരുളാകുന്ന പിശാചിനോടുകൂടെ എന്നേക്കുമായി ചേരുവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭീകരതകളും വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും ഓർത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എത്രമാത്രം മനുഷ്യൻ വളരെ കരുതലോടെ നിത്യജീവന് വേണ്ടി കരുതി സൂക്ഷിക്കുമായിരുന്നു. നമ്മുടെ കൺമുമ്പിൽ അത് വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ട്, ഇതേക്കുറിച്ച് ഗ്രഹിക്കാത്തത് കൊണ്ട്, നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടാത്തതുപോലെ നാം തെറ്റിപ്പോയാൽ വരാൻ പോകുന്ന അതിഭയങ്കരമായിരിക്കുന്ന ഭീകരതയെക്കുറിച്ചുമുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട് ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം മാറ്റം അവനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനിടയാത്തരും. ഇപ്പം പല ദിവസങ്ങളും നമ്മുടെ ചിന്ത മുഴുവനും ഭൗമികമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ്, ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ഒരു ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസമുള്ളവരാണ് ബഹുഭൂരിപക്ഷം ലോകത്തിലെ മനുഷ്യർ. പക്ഷെ അതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അങ്ങനെ ദൈവവിശ്വാസവും സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്നുള്ള പഠിപ്പൊക്കെ മാറിയിട്ട് ഇനി പിശാചിനെ ആരാധിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു പുത്തൻ തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഇത്രയും നാളും ദൈവത്തെ ആരാധിച്ചില്ലേ, ഇത്രയും നാളും ദൈവത്തെ പുകഴ്ത്തിയില്ലേ, ഇനിയിപ്പം ഞങ്ങൾ ഒരു തലമുറ എഴുന്നേറ്റിട്ട് സാത്താനെ ആരാധിച്ചാൽ എന്താണ് അതിനകത്ത് കുഴപ്പമുണ്ടാകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുബോധമുള്ള ഒരു തലമുറയാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവാത്മാവ് ദിവസം വേർതിരിച്ചെടുക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പാപം എന്താണ്, നീതികരണം എന്താണ്, ന്യായവിധി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സുവിശേഷം അതാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഞാൻ അതിൻ്റെ സുവിശേഷീകരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പാപിയായ മനുഷ്യനെ നീതീകരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി
യേശുവിനെ അവഗണിച്ച് കളഞ്ഞാൽ, ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ അഗണ്യമാക്കി കഴിഞ്ഞാൽ ന്യായവിധിക്ക് അടിമപ്പെട്ടു പോകും എന്നുള്ളത് ബോധം വരുത്തും നമ്മെ. അപ്പോൾ സുബോധമില്ലാതിരിക്കുന്ന, തിരിച്ചറിവില്ലാത്ത മനുഷ്യനെ ബോധ്യം വരുത്തി അവനെ യഥാർത്ഥമായിട്ടുള്ള നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ് സുവിശേഷം. മറുഭാഗത്ത് പൈശാചികന്റെ പ്രവൃത്തി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ളതാണ് പിശാചിന്റെ ടീച്ചിങ്. അവൻ പഠിപ്പിക്കുന്നത് ഒരു ശരീരത്തിൽ നിന്റെ ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവിതം തന്നിട്ടുണ്ട്, ഇവിടെ ഇനി ഇതിനപ്പുറമായിട്ട് ഒന്നുമില്ല. തിന്ന് കുടിച്ച് നാളെ മരിക്കും. അതിനു മുമ്പായി, മരിക്കുന്നതിന് മുമ്പ് മാക്സിമമായി എത്രമാത്രം ലോകത്തെ എൻജോയ് ചെയ്യാമോ അത്രമാത്രം സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ചിന്താഗതി. അതനുസരിച്ച് തിന്നുകുടിച്ച് സുബോധമില്ലാത്ത ഒരു കൂട്ടം ജനം ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കും. നോഗയുടെ കാലം പോലൊരു കാലം വരും എന്നുള്ളത് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കും. കഥാന്റെ 2ാമത്തെ വരവിന് മുമ്പായി നോഗയുടെ കാലം പോലൊരു കാലം, മ്ലേച്ഛതകളോട് നിറഞ്ഞ, പാപം നിറഞ്ഞ, അതേ മനുഷ്യന് അറയ്ക്കത്തക്ക ഇന്നത്തെ രീതിയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അത് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോവുകയാണ്. പണ്ട് ലജ്ജാകരമായിരുന്ന പലതും, പരസ്യമാക്കാൻ കഴിയാത്ത പലതും എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, പാപത്തെ പരസ്യം ചെയ്യുന്ന, പാപത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നാം പറയണം, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിൻ്റെ വചനം നിവൃത്തിയാകണം. ഇപ്പം ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകാൻ വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യങ്ങൾ പോലും നിവൃത്തീകരിക്കപ്പെടാതെ പോകത്തില്ല. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, അത് നിവൃത്തീകരിക്കപ്പെടാനുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് നമ്മെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന, ഈ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാവിയുടെ ആധാരമാണ്. നിങ്ങളുടെ വസ്തുവിൻ്റെ ആധാരത്തെക്കാൾ, നിങ്ങളുടെ ബാങ്ക് ഡിപ്പോസിറ്റേക്കാൾ എന്തിനേക്കാൾ ഏറെയായി നമ്മുടെ ജീവനാധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്, കർത്താവിൻ്റെ ജീവനാണ്. അതുകൊണ്ട് ദൈവവചനത്തെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദൈവവചന പഠനത്തെക്കുറിച്ച് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്നത്തെ ക്ലാസ് തുറന്ന് നമ്മൾ എടുക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചിരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പായി മനുഷ്യനോട് ദൈവാത്മാവ് അള്ളിച്ചെതിരിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ജീവൻ, മരണം, നിത്യജീവൻ, നിത്യമരണം, ജീവപുസ്തകം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ആരെങ്കിലും ചോദിച്ചാൽ അത് വേഗത്തിൽ അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുമായിരിക്കും. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയൊരു ചിന്താഗതി പലപ്പോഴും പലർക്കും അറിയത്തില്ല. എന്നാൽ നമുക്കറിയാം, ജീവനുണ്ടെന്നുള്ളത് നമുക്കറിയാം. ജീവൻ എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്, ജീവനുണ്ട്. അത് പ്രാണവായുവായിരിക്കുന്ന ഓക്സിജൻ മുഖാന്തരമോ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയുടെ ജീവനോടുള്ള ബന്ധത്തിലുള്ള ജീവനാണ്. നമുക്ക് അസ്ഥിയും മാംസവും കൊണ്ട് ജീവനുമുണ്ട്. അത് മൃഗങ്ങൾക്കുമുണ്ട്, അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കുണ്ട്. ഇനി അതില്ലാത്ത അസ്ഥിയും മാംസമൊന്നും ഇല്ലാത്ത ജീവജാലങ്ങളുമുണ്ട്. നമുക്കറിയാം, ഭൂതാത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ അതിന് അസ്ഥിയും മാംസമില്ല, അതിൻ്റെ ആത്മാവുണ്ട്. ഈ ആത്മാവ് എവിടെയാണ് പ്രവർത്തിച്ചു വെച്ചാൽ മനുഷ്യനുണ്ടായിരുന്ന ആത്മാവാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്ന് രാത്രി പറഞ്ഞാൽ പിന്നെ അത് കൺഫ്യൂഷൻ. അതുകൊണ്ട് ഭൂതാത്മാക്കൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂതാത്മാവ് എന്ന് പറയുമ്പോൾ, ആത്മാവ് എന്ന് പറയുമ്പോൾ അസ്ഥിയും മാംസവും ഇല്ലാത്തതാണ്. അപ്പം നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, ഒരു ആത്മാവുണ്ട്, ഞാൻ അസ്ഥിയും മാംസവും ഇല്ല. പക്ഷെ എന്നാൽ പുറമെയുള്ള നമുക്ക് ശരീരത്തിന് അസ്ഥിയുണ്ട്, മാംസമുണ്ട്. ഇപ്പം ഒരു മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ തൊലി പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അവനൊരു ശരീരത്തിൻ്റെ ഭംഗി കൊടുത്തിരിക്കുന്ന ഒരു അസ്ഥികൾ കൊണ്ട് മണിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഈ അസ്ഥി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് ശരീരം ഇങ്ങനെ നിൽക്കത്തില്ല. അപ്പോൾ ഒരു സ്കെൽറ്റൻ, അല്ലെങ്കിൽ നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ബലമുള്ള അസ്ഥികൾ കൊണ്ട് ദൈവം സൃഷ്ടിച്ചതിന്മേൽ
ദൈവത്തിൻ്റെ കൃപയാൽ മാംസം നമ്മളിൽ പൊതിഞ്ഞ ഞരമ്പുകളെ പിടിപ്പിച്ച് ജീവരക്തം ഓടിച്ചു. അങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ മരിക്കുമ്പോൾ ഈ മാംസവും അതുപോലെ തന്നെ അസ്ഥികളും ഇവിടെ മണ്ണോട് ചേരുവാനിടയായിത്തീരും. എന്നാൽ ഇതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ശക്തിയായിരിക്കുന്ന ആത്മാവ് അഥവാ ജീവൻ, അത് ദൈവത്തെങ്കിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അത് ചിലർ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ തെറ്റായി ചിന്തിക്കുന്നത് ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തെങ്കിലേക്കല്ലേ എല്ലാ ആത്മാക്കളും പോകുന്നത്? അപ്പോൾ ഒരൊറ്റ ആത്മാവ് പോലും നഷ്ടപ്പെടത്തില്ല, നരകാഗ്നിയിൽ പോകത്തില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നുവെന്ന് ശലോമോൻ സഭാപ്രസംഗ പുസ്തകത്തിൽ പറഞ്ഞിരിക്കേണ്ട അർത്ഥം മറ്റൊന്നുമല്ല. അതിൻ്റെ യഥാർത്ഥമായ വിവർത്തനം മനുഷ്യൻ്റെ ആത്മാക്കളെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ ആത്മാക്കളും പാപം ചെയ്തതിൻ്റെ ആത്മാക്കളും ദൈവത്തിൻ്റെ കയ്യിലേക്ക് എത്തുന്നല്ല. ഹാബേൽ മരിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാണനെ കൈക്കൊണ്ടു. എസ്തഫാനോസ് മരിച്ചവൻ്റെ പ്രാണനെ കൈക്കൊണ്ടു. എന്നാൽ യൂദ മരിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാണനെ കൈക്കൊണ്ടോ? ഇല്ല, കൈക്കൊണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് സകല ആത്മാക്കളും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത് യൂദ മരിച്ചപ്പോൾ, അവൻ കെട്ടുഞാന്നും മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കയ്യിലേക്കല്ല പോയത്, അത് എത്തേണ്ട നരകത്തിലേക്കാണ് എത്തപ്പെടുവാനിടയാത്തത്, തള്ളപ്പെടുവാനിടയാത്തത്. അതുകൊണ്ട് ദൈവത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വിവർത്തനം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്കാണ് ഈ ശരീരം വിട്ടു കഴിയുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് സഞ്ചരിക്കപ്പെടേണ്ടത്. അപ്പം അതിനധികം സമയമൊന്നും വേണ്ട. ഇപ്പം അങ്ങനെ 40 ദിവസം, ചിലർ കാത്തിരിക്കുന്ന 40 ദിവസമൊക്കെ എന്നാണ്. അങ്ങനെ 40 ദിവസം വരെ ഉള്ള ഒരു സമയമൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് മരിച്ചു, അവൻ്റെ പ്രാണൻ അപ്പോൾ തന്നെ, അവൻ്റെ ആത്മാവ് അപ്പോൾ തന്നെ പിതാവാൻ ദൈവത്തെ കയ്യിലെത്തി. ഒരു സമയമെടുത്തില്ല. അപ്പോൾ തന്നെ ആ ശരീരത്തിൽ നിന്ന് അസ്ഥിയിൽ രക്തം മുഴുവൻ ഊറ്റപ്പെട്ടു. ആ രക്തത്തിൽ അടങ്ങിയിരുന്ന ജീവൻ ആവി അല്ലെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് ഉടൻ തന്നെ പിതാവിൻ്റെ കയ്യിലേക്ക് മടങ്ങിപ്പോയി. 40 ദിവസം ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് പരതി സഞ്ചരിച്ചിട്ടില്ല. ചില വിചാരിക്കുന്ന 40 ദിവസമൊക്കെ എടുക്കുന്ന, ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവ് 40 ദിവസം കഴിഞ്ഞിട്ടേ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നുള്ളൂ, അതുവരെയും ഭൂമി ചുറ്റിപ്പറ്റി നടക്കുമെന്നാണ്. അങ്ങനെ ഒരൊറ്റ ആത്മാവ് പോലും അലഞ്ഞു തിരിയാൻ ദൈവം സമ്മതിക്കത്തില്ല. മനുഷ്യാത്മാവ് ഒരൊറ്റ എണ്ണം പോലും അലഞ്ഞു തിരിയത്തില്ല. എപ്പോൾ ഈ ശരീരം വിട്ടാൽ അപ്പോൾ തന്നെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതഗണങ്ങൾ അവർ പോകേണ്ടതായ നിരയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. ഹാബേൽ മരിച്ചപ്പോൾ അവൻ്റെ പ്രാണൻ ദൈവം അവനെ സ്വീകരിച്ച് മീതിയുള്ള പാതാളത്തിലേക്ക് കൊണ്ടിയാക്കി എന്നുള്ളത് നാം ചിന്തിച്ചിരുന്നതിനെ ആസ്പദമാക്കി നാം ചിന്തിച്ചത് കർത്താവ് പറഞ്ഞ ധനവാന്റെയും ലാസറിൻ്റെയും കഥകളോട് ബന്ധത്തിൽ, ആ ഊമയോട് ബന്ധത്തിലാണ് നാം ചിന്തിച്ചത്. ദൂതന്മാരാണ് വേഗത്തിൽ ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുന്നതെന്നും നാം ചിന്തിച്ചു. അതുകൊണ്ട് 40 ദിവസം ഒന്നും ഇവിടെ ഒരൊറ്റ ആത്മാവ് പോലും പരതി നടക്കത്തില്ല. പിന്നെ 40 ദിവസത്തിന് പ്രത്യേകത എന്നുള്ളത് ദിവസം പല സ്ഥലങ്ങളിൽ 40 പറഞ്ഞിട്ടുണ്ട്. 40 ദിവസം രാവും പകലും മഴ ഉണ്ടായിരുന്നു. 40 ദിവസവും ഉപവസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 40-നെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയതുകൊണ്ട് 40 ദിവസം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കഷ്ടമനുഭവിച്ച ശേഷം 40 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗാരോഹണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രാണനെ വിട്ടത്, അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, ഇത് മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ചിന്തിക്കരുത്. അപ്പോൾ കർത്താവ് പ്രാണനെ വെടിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത പിതാവിൻ്റെ കയ്യിലേക്കാണ് അത് അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുയേശു ഉണ്ടായിരുന്ന ജീവൻ അസ്ഥിയും മാംസവും ഇല്ലാത്ത ആ ജീവൻ അല്ലെങ്കിൽ ആത്മാവെന്ന ഭാഗം പിതാവാൻ ദൈവത്തിൻ്റെ കയ്യിലേക്ക് പോയി. അസ്ഥിയും മാംസവും ക്രൂശുമേൽ കിടന്നു. ക്രൂശുമേൽ അത് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ ജീവൻ മുഴുവനും ഒറ്റപ്പെടുവാനിടയാത്തത്. സ്വർഗത്തിൽ അത് ദൈവം സ്വീകരിച്ചു. അത് സൗരഭ്യവാസന യാഗമായി സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള എല്ലാ സ്ഥലത്തും യേശുവിന് ജീവൻ്റെ വാസന പരക്കുകയും ചെയ്യും. ഇതാണ് ക്രിസ്തുവിൽ സംഭവിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ജീവൻ 40 ദിവസം കഴിഞ്ഞിട്ടല്ല പിതാവിൻ്റെ കയ്യിലേക്ക് പോയത്. അതുകൊണ്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, അവിടെ ആരുടെയും ആത്മാവൊന്നും അവിടെ നിൽക്കുന്നൊന്നുമില്ല. ഒരൊറ്റ മനുഷ്യൻ്റെ ആത്മാവ് പോലും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നില്ല. ആരും കട്ടിലൊന്നും വിരിച്ചു കൊടുന്നും വേണ്ട, അവിടെ ഒന്നും ആത്മാവൊന്നും കിടക്കുകയൊന്നുമില്ല.
പിന്നെ എന്താണ് സംഭവിച്ചത്? കർത്താവ് മരിച്ചപ്പോൾ അപ്പോൾ തന്നെ ആത്മാവ് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. ലാസർ മരിച്ചപ്പോൾ അപ്പോൾ തന്നെ ദൂതന്മാർ ആത്മാവിനെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. ഹാബേൽ മരിച്ചപ്പോൾ അപ്പോൾ തന്നെ ദൈവം അവന്റെ ആത്മാവിനെ ഭൂമിയുടെ അധോഭാഗത്തേക്ക് എടുത്തില്ലേ? കൊണ്ടുപോയി. അവനെയും കൊണ്ടുപോയി. അയാളുടെ പിന്നെ ഏതൊരു അടിസ്ഥാനത്തിലാണ് 40 ദിവസം ഇവിടെ കറങ്ങി നടക്കുന്നത്? അപ്പോൾ തെറ്റായിട്ടുള്ള ചിന്തകൾ, ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യ സമൂഹത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ആത്മാക്കളെ കുറിച്ചുള്ള പഠനത്തിൽ പലതുമുണ്ട്, പലതും പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് ആധികാരികതയിൽ മാത്രമേ നാം അതിനെ ചിന്തിച്ച് കാര്യമാക്കാവുള്ളതുകൊണ്ട് മരിച്ച ഒരു വ്യക്തി ഒരു വീട്ടിൽ നിന്ന് വിട്ടകന്നു കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് സംസ്കരിച്ച് കഴിയുന്നതിന് മുമ്പായി തന്നെ ദൈവം നിശ്ചയിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ വേണ്ടി ഇവിടെയുള്ള ഒരു പുകയ്ക്കും കഴിയത്തില്ല, ഇവിടെയുള്ള ഒരു ധൂപത്തിനും കഴിയത്തില്ല, ഇവിടെയുള്ള ഒരു കുന്തിരിക്കത്തിനും കഴിയത്തില്ല, ഇവിടെ നിങ്ങൾ എത്ര വെള്ളവസ്തു ധരിപ്പിച്ചാലും കഴിയത്തില്ല. ഇവിടെ ആ ശരീരത്തിന്മേൽ എന്തെല്ലാം പനിനീർത്തടിച്ചാലും എന്തെല്ലാം പുണ്യവസ്തുക്കൾ ഇട്ടാലും അതൊന്നും ഒരു മനുഷ്യനെ ലിപ്പാട്ടിയിരിക്കുന്ന ആത്മാവിനെ അതിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ല. അതോ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ തന്നെ ദൈവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ നമ്മുടെ വിശ്വാസ സമൂഹം നമ്മൾ ഒരിക്കലും മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മരിച്ചുപോയ ആത്മാവിന് വേണ്ടി ശാന്തി നേരുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഇവിടെ എല്ലാവരും കൂടി ശാന്തി നേർന്നാലും, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പ്രഖ്യാപിച്ച് ശാന്തി മീറ്റിംഗ് നടത്തി ആത്മാവിന് ശാന്തി നേർന്നാലൊന്നും ഡിപ്പാർട്ടായിരിക്കുന്ന വിട്ടുപോയിരുന്ന ആത്മാവ് ശാന്തി കിട്ടത്തില്ല. പിന്നെ ഈ പറയുന്നവർക്ക് ആശ്വാസം കിട്ടുകയേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. രാത്രി ഞാൻ വളരെ സത്യസന്ധമായിട്ട് ദൈവനെ പഠിപ്പിക്കുമ്പോൾ നാം ഇവിടുന്ന് ശ്വാസം വിട്ടു കഴിഞ്ഞാൽ, ഇവിടുന്ന് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വലിച്ചു കഴിയുമ്പോൾ ആത്മാവിനെ ദൂതന്മാർ അതിൻ്റെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയ ശേഷമായിട്ട് ഇവിടെ എന്തെല്ലാം ക്രിയകൾ നമ്മൾ ചെയ്താലും ദൈവനും പറയുന്നു അത് മനുഷ്യനെ മാറ്റത്തില്ല, അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തത്തില്ല. അതുകൊണ്ടാണ് ദൈവമക്കളുടെ ശവസ്കാര ശുശ്രൂഷകളിലൊക്കെ നമ്മൾ മരിച്ചുപോയ വ്യക്തിയുടെ ശരീരത്തിന് ബഹുമാനം കൊടുത്തുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ശവസ്കാര ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് ശവസ്കാര ശുശ്രൂഷ വേണ്ടതുപോലെ ചെയ്യാതെ ചിലപ്പോൾ എവിടെയെങ്കിലും വലിച്ചെറിയപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ വിശുദ്ധന്മാരുടെ ശവശരീരങ്ങൾ മൃഗങ്ങൾക്കൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്, അവർക്ക് ശവസ്കാരം കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിക്കുക, ഒരു മനുഷ്യൻ എത്ര നാൾ ജീവിച്ചിരുന്നു, മക്കളെ ജനിപ്പിച്ചു, നല്ലൊരു ശവസ്കാരം കിട്ടാതെ പോയാൽ അവൻ എന്ത് പ്രയോജനമൊക്കെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഇതെല്ലാം ഉണ്ടായിട്ടും അത് കിട്ടാതെ പോകുന്ന അവസ്ഥയിൽ മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. നല്ലതൊന്നുമില്ലാത്ത ദരിദ്രനായിരിക്കുന്ന ആ ലാസർ മരിച്ചപ്പോൾ അവനൊന്നും ഒരു യോഗ്യതയുള്ളവനല്ല. അവനെ ശവം അടക്കിയാലും അടക്കിയില്ലെങ്കിലും അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് അബ്രഹാമിന് മടിയിലേക്ക് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെയല്ലേ പോയത്, അതിനുശേഷമല്ല പോയത്. ഉടനെ തന്നെ ധനവാൻ മരിച്ചപ്പോഴും അവിടെ തന്നെ അവൻ്റെ ആത്മാവ് ഉടൻ തന്നെ പോവുകയാണ് ചെയ്തത്. 40 ദിവസത്തെ വ്യത്യാസമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ 40 ദിവസത്തിൻ്റെ പഠിപ്പിൽ വന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, ചിന്തിക്കുന്നത് ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ തന്നെ പിതാവിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നു. ക്രിസ്തു യേശുവിൻ്റെ ശരീരം നിർജീവാവസ്ഥയിൽ ക്രൂശുമേൽ കിടന്നു. അതിനെ പീലാത്തോസിന് കൽപ്പന കൊണ്ട് അതിനെ എടുത്ത് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ആ ശരീരത്തെ മരമധ്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ വെക്കുകയാണ്, വെട്ടി ഉണ്ടാക്കിയ ആ കല്ലറയ്ക്കകത്ത് വെക്കുകയാണ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്താൽ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം അവൻ പ്രത്യക്ഷപ്പെട്ടത് അവൻ ശരീരത്തോട് കൂടെ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. പുനരുത്ഥാനന്തര ശരീരത്തോടെയാണ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതല്ലാതെ ശരീരമില്ലാത്തൊരവസ്ഥയല്ല യേശു പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് നിന്റെ കൈ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുക എന്ന് പറഞ്ഞാൽ നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി വിലാപ്പുറത്ത് കൈയിടാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് ഉള്ളതുപോലെ ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന്.
അപ്പോൾ മൂന്നാമത്തെ ദിവസം യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പുനരുത്ഥാന ശരീരം യേശു അവന് ലഭിച്ചിരുന്നു. ഈ ശരീരമായിട്ടാണ് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക, അല്ലാതെ യേശുവിൻ്റെ ആത്മാവോടെ ചെന്ന് പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത്. നമുക്ക് പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ പത്രോസിന്റെ ആത്മാവ് മറ്റും സംസാരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവൻ്റെ ദൂതൻ സംസാരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രൊഫസർ പ്രവൃത്തിയിൽ അവർ സംസാരിക്കുന്നത്, അവർ സംശയപ്പെട്ട് പറയുന്നത് പത്രോസ് ഇപ്പോൾ ശരീരത്തോടെ വരത്തില്ല, കാരണം അവൻ അവിടെ ജയിലറിൽ കിടക്കുകയല്ലേ, മരിക്കാറായി കിടക്കുകയല്ലേ, പിന്നെ അവനെ കൊല്ലാൻ പോവുകയല്ലേ, അപ്പോൾ പിന്നെ അവൻ്റെ ശരീരത്തോടെ അവനിവിടെ വരത്തില്ല എന്നുള്ളത് അവർ നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനി ആരെയും, ഞാൻ വിചാരിക്കുന്നവർ ഒരുമാതിരിപ്പെട്ട് 10 ദിവസം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിൻ്റെ ഒരു കോണിൽ അവനെ വിടുവിക്കണമെന്ന് പറയുകയും മറുഭാഗത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 99% പ്രാർത്ഥനയും ഇനി ഞങ്ങളാരും അങ്ങനെ പിടിക്കരുത് എന്നുള്ള ഭയത്തോടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 10 ദിവസം വേണ്ടി അവർ ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവിടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, 10 ദിവസത്തെ കാര്യം തീർന്നു, ഇനി മറ്റാരെയും പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു പ്രാർത്ഥന അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ അവൻ്റെ ദൂതൻ ആകുന്നുവെന്ന് അവർ പറഞ്ഞു. ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതൻ ആകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. അപ്പോൾ ഇവർക്കിങ്ങനെ ചിന്തയുണ്ട്, ദൂതൻ പ്രത്യക്ഷപ്പെടാം, പത്രോസ് മരിക്കും, അല്ലെ പത്രോസ് വരത്തില്ല, പക്ഷെ അതിന് പകരമായിട്ടൊരു ദൂതൻ വരാം, ആ ദൂതനായിരിക്കാം വാതിക്കൽ നിന്ന് മുട്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ആത്മാവ് പോകേണ്ടടുത്ത് പോയി. യേശു ക്രിസ്തു 40 ദിവസം കഴിഞ്ഞ് അവൻ സ്വർഗാരോഹണം ചെയ്യുകയാണ് ചെയ്തത്, ശരീരത്തോട് സ്വർഗാരോഹണം ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി ദൈവത്തെ എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നീട് എന്തിനാണ് 40 ദിവസം ആത്മാവ് ഭൂമിയിൽ പരതി നടക്കുമെന്ന് ചിന്തിക്കുന്നത്? ദൈവത്തെ അടിസ്ഥാനത്തിൽ അത് തെറ്റല്ലേ? നമ്മളതുകൊണ്ടാണ് നാം സത്യത്തിൽ വിശ്വസിക്കുകയും സത്യവചനപ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ദൈവവചന സത്യത്തിൻ്റെ അതിനെ ഏറ്റെടുക്കാൻ പലർക്കും വിമുഖതയുണ്ട്. എന്നാൽ കെട്ടുകഥകളും മനുഷ്യ സങ്കല്പങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആകർഷിക്കപ്പെടുവാൻ വളരെ സാധ്യതകൾ ഏറെയാണ്. സത്യത്തിലേക്ക് വരിക, സത്യവചനം ഗ്രഹിക്കുക എന്നുള്ളത് അനേകർ വിമുഖത കാണിക്കുന്നതാണ്. പാരമ്പര്യങ്ങളെ പിന്തുടർന്ന് പോകുന്നത്, ഒരു സിസ്റ്റമായി പോകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ജനിച്ചു വീഴുന്ന അവസ്ഥയിൽ മനുഷ്യൻ ജനിച്ച് ഒരു ഭാഷ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ സംസ്കാരം കൊണ്ടോ സംസ്കൃതി കൊണ്ടോ ജീവിച്ചു പോയതുകൊണ്ട് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഒരു സംസ്കൃതി മാത്രമേ നിലനിൽക്കുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാരമ്പര്യങ്ങൾ പലതും പഠിപ്പിക്കുമ്പോൾ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പാരമ്പര്യങ്ങളെ വിട്ട് സത്യത്തിലേക്ക്, പരിജ്ഞാനത്തിലേക്ക് ജീവിതം കടന്നു വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇന്ന് അനേകരതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യൻ്റെ ആത്മാവ് മരണാനന്തരം 40 ദിവസം ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഗ്രഹിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു 40 ദിവസം സ്വർഗാരോഹണം ചെയ്തതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരിക്കലും ചിന്തിക്കരുത്. കർത്താവ് ആത്മാവ് അപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് വിട്ടപ്പോൾ തന്നെ പിതാവിൻ്റെ കയ്യിൽ എത്തിയതുപോലെ നമ്മുടെയൊക്കെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ തന്നെ അത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരും. അവിടുന്ന് പിന്നെ ദൈവം പറയാതെ അതിനൊരു ഒരു മൂവ്മെൻ്റ് ഇല്ല. ദൈവം പറയാതെ ആ സ്ഥലത്തുനിന്ന് മാറാൻ കഴിയത്തില്ല. എവിടേക്കാണോ എത്തിച്ചേരുന്നത് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന സമയം വരെ അത് ആത്മാക്കൾ ഇരിക്കേണ്ടതാണ്. പ്രിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പുനരുത്ഥാന ശരീരത്തോടുകൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേറ്റ് യേശു ആഹാരം കഴിച്ചു. അവർ കൊടുത്ത ആഹാരം കഴിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർ ശരീരത്തിന്മേൽ കൈ ഇട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ അവൻ്റെ കാല് പിടിച്ച് നമസ്കരിച്ചായിട്ട് കാണിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, അസ്ഥിയും മാംസവും ഉള്ളവനായിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. അത് 40 ദിവസം അങ്ങനെയാണ് കർത്താവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. കാരണം ക്രിസ്തു യേശുവിൻ്റെ ശരീരം വചനമായിരുന്നു. ആ വചനത്തിലാണ് ശരീരമായിരുന്നു. അത് അഴുകിപ്പോയില്ല, ചെയ്യുവാൻ ദൈവം സമ്മതിച്ചില്ല. തൻ്റെ
പരിശുദ്ധനെ ദ്രവത്വം കാണാൻ ദൈവം അനുവദിച്ചില്ല എന്ന സങ്കീർത്തനത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയ ക്രിസ്തുയേശുവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വിഷയം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഭയമോ വേദനയോ ഉളവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മാക്കൾ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ച് ആ മുറിക്കകത്ത് കയറാതിരിക്കുകയൊന്നും വേണ്ട. അവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. കാരണം ആ മനുഷ്യന്റെ ആത്മാവിനെ പോകേണ്ട സ്ഥലത്തേക്ക് പോയി. പിന്നീട് എന്തുകൊണ്ടാണ് ചില ഭയാനകമായിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ചിലത് സംഭവിക്കുന്നത്, ചില സംസാരിക്കുന്നത് എങ്ങനെയാണ്, ചിലടത്ത് ഭീതി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ ചില ചോദ്യങ്ങളുണ്ടാകാം. അതിനും ഉത്തരമുണ്ട്, വേദവസ്ത്രത്തിന് അടിസ്ഥാനത്തിൽ ഉത്തരമുണ്ട്. ഒരു മനുഷ്യൻ ഇവിടുന്ന് വേർപെട്ട് കഴിയുമ്പോൾ അവൻ്റെ ആത്മാവിൽ ഉണ്ടായിരിക്കുന്ന ദുരാത്മാക്കൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ട്. പലരിലും ദുരാത്മാക്കളുണ്ട്. അപ്പം അത് റിലീസാകുമ്പോൾ ഈ മനുഷ്യാത്മാവിനെ മാത്രമേ പറയപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അപ്പം അവനിൽ ബഡ് ചെയ്തിരുന്ന, അവനിൽ പറ്റിപ്പിടിച്ച് കിടന്നിരുന്ന ഈ ഈ രോഗാത്മാക്കൾ അല്ലെങ്കിൽ ഭൂതാത്മാക്കളെല്ലാം റിലീസാകും, ശരീരത്തിന് വേർപെട്ട് വരും. അത് ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കും. ആരിലേക്കെങ്കിലും പ്രവേശിക്കാൻ വേണ്ടി അത് ആഗ്രഹത്തോടെ ആണ് ഒരുവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുന്നത്. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യാത്മാവ് ഒരിക്കലും ഇങ്ങനെ ഊടാടി സഞ്ചരിക്കത്തില്ല. എന്നാൽ ഭൂതാത്മാക്കൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ ഭൂതങ്ങൾ അത് മരിക്കുന്ന സമയത്ത് വിട്ടുപോകും. ആ ആത്മാക്കളാണ് ഈ കൊണ്ടു നടന്നയാളുടെ സ്വഭാവം മുഴുവൻ അറിയാം. ഇങ്ങനെ ആത്മാക്കളെ വിളിച്ചവർ സംസാരിക്കാൻ കഴിവുള്ള ആരെങ്കിലും അങ്ങനെയുള്ള കഴിവുള്ളവരുണ്ട്. ഇനി ഭൂതാത്മാക്കളോടുള്ള ബന്ധത്തിലുള്ള സംസാര കമ്മ്യൂണിക്കേഷൻ വരാൻ പോവുകയാണ്. ഭൂതാത്മാക്കളെ ലിങ്ക് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ വരും. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവ് മറ്റൊരാടുത്തിരിക്കുന്ന ഒരാളുടെ ആത്മാവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ശൃംഖലകൾ ഉണ്ടാകും. അത് ഇൻ്റർനെറ്റിനേക്കാൾ വളരെ പ്രചുരമായിരിക്കുന്ന ഒരു സിസ്റ്റം വരാൻ പോകുന്ന ഭൂതാത്മ കമ്മ്യൂണിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ ഇവിൾ സ്പിരിറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ അത് തമ്മിൽ കണക്ട് ചെയ്യും. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ദുരാത്മാവും അമേരിക്കയിലിരിക്കുന്ന ഒരു വ്യക്തി ദുരാത്മാവും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി കറണ്ട് വേണ്ട, നെറ്റ് വേണ്ട, ഒന്നും വേണ്ട. ഇത് തമ്മിൽ എന്ത് ചെയ്യും? അത് വേഗത്തിൽ മെസ്സേജുകൾ പാസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ അത് സാധിക്കാതെ പോകുന്നത്, ഇത് ഡിസ്കണക്റ്റായി പോകും, ഡിസ്റ്റർബായി പോകും. കാരണം ഇവിടെ യേശുവേ എന്ന് വിളിക്കുവാൻ, ദൈവമേ എന്ന് വിളിക്കുവാൻ നിരവധി ആൾക്കാർ ഉള്ളത് കൊണ്ട് അന്തരീക്ഷ മണ്ഡലത്തിൽ ഇതിൻ്റെ കണക്ടിവിറ്റി നടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴത് നടക്കാത്തത്. അല്ലെങ്കിൽ എന്നേ ഇതുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതില്ല. എന്നാൽ ഒരു കാലഘട്ടം വരും, ക്രിസ്മസിൻ്റെ സമയത്ത് ദൈവമെന്നോ പൂജാവിഷയമോ എന്നുള്ളതൊന്നും ദൈവമൊന്നും മിണ്ടാൻ കഴിയാത്തൊരു കാലഘട്ടം വരുമ്പോൾ അന്ന് സംസാരിക്കപ്പെടുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്ന് വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ആയിരിക്കത്തില്ല, ഇനി വരാൻ പോകുന്ന AI ആയിരിക്കത്തില്ല, ഇതൊന്നും ആയിരിക്കത്തില്ല. മനുഷ്യനിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ കൂട്ടിയിണക്കിയുള്ള വിദ്യകളായിരിക്കും. അങ്ങനെയാണ് പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ വിഷയവും അതല്ല. ഞാൻ പറഞ്ഞത്, സംശയം തോന്നുകയാണെങ്കിൽ ഈ മരിച്ചുപോയ ആത്മാക്കളൊക്കെ വന്ന് അതുപോലെ തന്നെ സംസാരിക്കുന്നില്ലേ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി ശമൂവേലിനെ കുറിച്ചുള്ള ഭാഗമുണ്ട്. അത് വരുമ്പോൾ ഞാൻ പഠിപ്പിക്കാം, അതേക്കുറിച്ച് എടുക്കാം. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കുക, മനുഷ്യൻ്റെ ആത്മാവ് വരത്തില്ല. എന്നാൽ ഒരു വ്യക്തിയിൽ ദുരാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ, രോഗാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ദുരാത്മാക്കൾ അവനിലുണ്ടായിരുന്നു. നമുക്ക് 7 ഭൂതങ്ങൾ വിട്ടുപോയതായിരുന്നു മക്കളെക്കാര്യത്തിൽ അറിയുക. അപ്പോൾ അവിടെ ആത്മാവിലുണ്ടായിരുന്നത് അത്. അപ്പോൾ മനുഷ്യാത്മാവിനോട് സങ്കലനം ചെയ്യപ്പെട്ട 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നവളായിരുന്നു മക്കളെക്കാര്യത്തിൽ അറിയുക. യേശു ക്രിസ്തു അവളെ സൗഖ്യമാക്കിയപ്പോൾ, വിടുവിച്ചപ്പോൾ ഇത് 7 വിട്ടുപോയി. അവൾ സ്വതന്ത്രമായി. പക്ഷെ വിട്ടുപോയതിൻ്റെ ആഗ്രഹം മടങ്ങി വരാൻ വേണ്ടിയാ, തിരിച്ചു വരാൻ വേണ്ടിയാ. അപ്പോൾ അതിന് സാധിക്കത്തില്ല. കർത്താവിൻ്റെ കൃപയിൽ നിന്ന് കഴിഞ്ഞാൽ മടങ്ങി വരാൻ കഴിയത്തില്ല. എന്നാൽ ഈ ആത്മാവ് വാണ്ടറിങ് ആണ്. അത് അന്വേഷിച്ച് നടക്കുന്നത്, തേടി നടക്കുന്നത്. ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീരില്ലാത്ത സ്ഥലം നോക്കി അന്വേഷിച്ച് നടക്കുമെന്ന് പറയുന്നത്. തണുപ്പ് നോക്കി നടക്കും. എവിടെയെങ്കിലും അത് കയറിപ്പറ്റാൻ കഴിയുമെങ്കിൽ കയറിപ്പറ്റും. അങ്ങനെയാണ് ചിലരതിനെ ആഭ്രമിച്ചെടുത്തുകൊണ്ട് അതിനോട് സംസാരിച്ചിട്ടാണ് പഴയകാല കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഡെഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്, ഭൂതാത്മാക്കളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും. അതങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ കഴിയും. അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. വെളിച്ചപ്പാടത്തെമാരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാർ പറയുന്നതിനേക്കാൾ
കൃത്യമായ കാര്യങ്ങൾ ഭൂതാത്മാക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും. കാരണം ഇവർക്കറിയാം ഒരു വ്യക്തി കൊണ്ടു നടന്ന ആത്മാവ് ആ ദേശത്തിൻ്റെ കഥകളെല്ലാം അറിയാവുന്ന ആളായിരിക്കും. അപ്പോൾ ഇവിടുന്ന് എക്സ് ഉള്ള സ്ഥലത്ത് ഒരു വ്യക്തി മരിച്ചു, അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദുരാത്മാക്കൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്ന് വരെ അവൻ ആ ആത്മാവ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് അത് നൂറ്റാണ്ടുകളോളം അത് പരമ്പരാഗതമായിട്ട് ചിലപ്പോൾ ചില കുടുംബങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററികൾ മുഴുവൻ പറയാനതിന് കഴിയും. കാരണം ഒരു വ്യക്തി ഇന്ന് അടുത്ത തലമുറയിലേക്ക് മാറി മാറി വരുന്നത് കൊണ്ട് വേണമെങ്കിൽ 3-4 തലമുറകളുടെ കാര്യങ്ങൾ എന്നാണ് തുടക്കമുണ്ട് അത് മുഴുവനും പറയാൻ ഈ ദുരാത്മാവിന് കഴിയും. അതുകൊണ്ടാണ് ദേശത്തിൻ്റെ കഥകൾ പറയും, നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയും. ഇതൊന്നും കേട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്തംഭിച്ചു പോകരുത്. ഇതൊക്കെ ഭൂതാത്മാക്കളുടെ ക്രിയകളോടുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനോ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന സംശയങ്ങൾ തീർക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയുന്നത്. കൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് അപ്പോൾ തന്നെ മാറ്റപ്പെടേണ്ട സ്ഥലങ്ങളിലേക്ക് മാറ്റും. എന്നാൽ അവന് വ്യാപരിച്ച ദുരാത്മാക്കളുണ്ടെങ്കിൽ അത് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ അത് സഞ്ചരിക്കാൻ തുടങ്ങും. ആരെങ്കിലും കണ്ടാൽ അവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെയാണ് ഭൂതാത്മാക്കൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഇത് രാത്രി പറയണം, അത് നമ്മളിൽ കയറാതിരിക്കുവാൻ ദൈവം തടഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അവൻ വഴി അടച്ചാൽ, വാതിലടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. കർത്താവ് തുറന്നാൽ തുറന്നതാണ്, ദൈവം അടച്ചാൽ അടച്ചതാണ്. ഇനി മേലിൽ ഇവനിൽ കടക്കരുതെന്ന് പറഞ്ഞ് ദൈവം ഒരു ഭൂതത്തെ ഒരു ബാലന്റെ ശരീരത്തിൽ ദൈവം എന്ത് ചെയ്തു, ശാസിച്ചായി. ഇനി മേലിൽ ഇവൻ എന്ത് ചെയ്യരുത്, കടന്നു പോകരുത്. എന്നാൽ എല്ലാ ഭൂതങ്ങളെ പുറത്താക്കിയ ദൈവം അങ്ങനെ പറഞ്ഞില്ല. കാരണം തിരിച്ചറിവുള്ള വ്യക്തിയുടെ ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ അങ്ങനെ പറയാൻ വ്യവസ്ഥയില്ല. കാരണം അതിനെ വേണമെങ്കിൽ വേണമോ വേണ്ടയോ എന്നുള്ളത് റിലീസായിരിക്കുന്ന സ്വന്തം പ്രാപിച്ചവൻ്റെ തീരുമാനം അനുസരിച്ച്. അതാ പറഞ്ഞില്ല, ഇനി പാപം ചെയ്തെന്ന് പറഞ്ഞില്ലേ, നീ പോകാം, നീ പാപം ചെയ്തെന്ന് പറഞ്ഞു. നീ പാപം ചെയ്ത ദുരാത്മാവ് നിന്നിലുണ്ട്, അത് നിന്നോടാണ് ഇഷ്ടം, നീ അതിനെ കീഴടക്കി കൊള്ളണമെന്നാണ് ദൈവം പറഞ്ഞത്. നീ പാപം ചെയ്തെന്ന് പറയുന്നത്. എന്നാൽ ഈ ബാല്യപ്രായം എത്താത്തവരെയൊക്കെ ദൈവം സൗഖ്യമാക്കുമ്പോൾ നീ അവനിൽ കടക്കരുതെന്ന് പറയാറുണ്ട്. കാരണം ഈ ഭൂതാത്മാവ് അവനിൽ പ്രവേശിച്ച ഇവൻ്റെ പ്രായം തികയാത്ത ശൈശവം മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലാണ് കടന്നു. അതുകൊണ്ട് ദൈവം അതിനോട് പറയും, മേലിൽ കടക്കരുത്, അങ്ങനെ പറയാൻ സാധിക്കും. എന്നാൽ പ്രായം കഴിഞ്ഞിട്ട് തിരിച്ചറിവുണ്ടായിട്ട് പാപം ചെയ്തിട്ട് ഭൂതാത്മാക്കൾ കയറിക്കഴിഞ്ഞാൽ അതിനെ ശാസിച്ചു കഴിയുമ്പോൾ ഇനി നിങ്ങൾ കടക്കരുതെന്ന് പറയാൻ കഴിയത്തില്ല. അത് കടക്കാതെ സൂക്ഷിക്കേണ്ടത് ബോധശാന്തി പ്രാപിച്ചവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നമ്മളൊക്കെ ദൈവം നിൽക്കുമ്പോൾ സ്നാനപ്പെടുന്ന സമയത്ത് എല്ലാ ഭൂതാത്മാക്കളും നഷ്ടപ്പെട്ടു പോകും, നമ്മളെന്നും വേർപെട്ടു പോകും, എല്ലാ പാരമ്പര്യത്തെ ബന്ധങ്ങൾ കഴിഞ്ഞു പോകും, എല്ലാ രോഗശക്തികളും വിട്ടുപോകും. പക്ഷേ നാം വീണ്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോഴാണ് ആഗ്രഹിച്ചിരിക്കുന്ന ദുരാത്മാക്കൾ ഓരോന്നോരോന്ന് വന്നു കയറുന്നത്. പണ്ടത്തെ സ്ഥിതിയേക്കാൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയ അവസ്ഥകൾ കണ്ടിട്ടില്ലേ? സ്നാനപ്പെട്ട പലരും വല്ലാത്തൊരവസ്ഥയിലായി പോയതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ഞാൻ ഒന്ന് തൊട്ട് സംസാരിക്കുന്നത് ചിലരുടെ ഹൃദയത്തിലുണ്ടായ സംശയങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് അപ്പോൾ തന്നെ പോകുമോ, അതോ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ പോകുന്നത്? 40 ദിവസം ഇവിടെ കാണുമോ? യേശു ക്രിസ്തു 40 ദിവസം കഴിഞ്ഞല്ലേ സ്വർഗത്തിലേക്ക് പോയത്? അതുകൊണ്ട് യേശുവിൻ്റെ ആത്മാവ് ഇവിടെ സഞ്ചരിച്ചില്ലേ? അതുപോലെ മനുഷ്യൻ്റെ ആത്മാവ് 40 ദിവസം ഇവിടെ പരതിക്കൊണ്ടിരിക്കും എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ രാത്രി പറയുന്നു, ഞാൻ ഈ ക്ലാസ്സിൽ തറപ്പിച്ച് പറയുന്നു, യേശു ക്രിസ്തു മരിച്ചപ്പോൾ തന്നെ അവൻ്റെ ആത്മാവ് പിതാവിൻ്റെ കയ്യിലേക്ക് പോയി. ശരീരം കല്ലറയിൽ വെക്കപ്പെടുവോടെ എത്തുന്നു. 3-ാമത്തെ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവനിൽ നിന്ന് കടന്നുപോയ ആത്മാവിനെ വീണ്ടും ശരീരത്തെ പ്രവേശിപ്പിച്ച് പുനരുത്ഥാനത്തെ ശക്തിയാൽ യേശു പുനരുത്ഥാനം പ്രാപിച്ചു. ആ പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിന് ശരീരമുണ്ടായിരുന്നു. തേജസ് അവൻ അതുവരെ ധരിച്ചിരുന്നില്ല. തേജസ് ഇല്ലാതെ അവന് അപ്രത്യക്ഷമാകുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവനിൽ അസ്ഥി മാംസവും ഉണ്ടായിരുന്നു എന്നുള്ളത് വചനം വളരെ വ്യക്തം. അതുകൊണ്ട് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ് ചെയ്തത്. അതല്ലാതെ അവൻ്റെ ആത്മാവ് എടുക്കപ്പെടുകയല്ല ചെയ്തത്. ഇത്രയും മനസ്സിലായെങ്കിൽ, ഇന്ന് ഈ രാത്രി ഇത് മനസ്സിലായെങ്കിൽ, ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ എവിടെയാണെന്നുള്ള ഒരുപാട് സംശയങ്ങൾക്ക് വിരാമം ഉണ്ടാകും. ഇനിയും ഇത് സംബന്ധമായിട്ട് കൂടുതൽ സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളതും ഞാൻ പറഞ്ഞുകൊണ്ട്
ഞാൻ ഈ ഭാഗം വിടുകയാണ്. കാരണം നമുക്ക് എല്ലാം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ കഴിയത്തില്ലല്ലോ. എന്നാൽ വേണ്ടിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ തന്നുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു പോകുമ്പോൾ അതിനെ നമ്മുടെ ആത്മാവിൽ തെളിവായി പരിശുദ്ധമായി വെളിപ്പെടുത്തി തന്നാൽ എത്ര ശ്രേഷ്ഠമായിരിക്കും. അതുകൊണ്ട് ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇങ്ങനെയുള്ള സംശയം ഉണ്ടായിരുന്നു എങ്കിൽ അത് മാറിയിട്ടുണ്ടെങ്കിൽ അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ തുടർന്നുള്ള ദൈവത്തിലേക്ക് പ്രവേശിക്കുകയും ഇങ്ങനെ പറയാൻ കാരണം, ചിലർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ ഈ രീതിയിൽ എടുക്കുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ന്യായമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ചോദിച്ചാൽ അതിനുള്ള മറുപടി തന്നായിരിക്കും നമ്മൾ ഈ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ കുറേ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകാതെ പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണമെന്നും വിശേഷാൽ ഓർപ്പിക്കുന്നു. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാണ്. പഠിപ്പിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത്, പരസ്പരം സംസാരിക്കുന്നത്, സംവദിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് മറ്റൊരു ഭാഗം കൂടി സംശയം വന്നിരിക്കുന്ന വിഷയത്തിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകുന്ന അടിസ്ഥാനം വിട്ടു പോയെങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് പണിയാൻ കഴിയത്തുള്ളൂ. ഏതൊരു വിഷയത്തിൻ്റെയും അടിസ്ഥാനം സബ്ജക്റ്റ് വ്യക്തമായിട്ട് കഴിഞ്ഞാൽ പണി എളുപ്പമാണ്. അതുകൊണ്ട് ചെറിയൊരു രീതിയിലുള്ള എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിനേക്കാൾ കൃത്യമായ രീതിയിൽ അടിസ്ഥാനമിട്ട് ക്രിസ്തുയേശു എന്ന വചനത്തിന് അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളെ തെളിയിച്ചു പോകുമ്പോൾ നമുക്കൊരുപാട് സംശയങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാകാതെ ഒരുപാട് കാര്യങ്ങളെ വ്യക്തമാക്കി കിട്ടുവാൻ ഇടയായിത്തീരും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് നിരവധി പ്രാവശ്യം പഠിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഇന്ന് രാത്രി ഒന്നുകൂടി ജീവവസ്ത്രത്തെക്കുറിച്ചും മനുഷ്യൻ്റെ എങ്ങനെയാണ് എഴുതപ്പെടുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളൊന്ന് പറയണമെന്നുള്ളത്, ഇന്ന് പഠിപ്പിക്കണമെന്നുള്ളത് എനിക്കത് ആവശ്യകതയായി ദൈവാത്മാവ് തോന്നിപ്പിക്കുകയും ചില ആൾക്കാർ അത് സംബന്ധമായി ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പ്രവേശിപ്പാൻ കഥാവിൽ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ പേര് ദൈവം ജീവ പുസ്തകത്തിൽ എഴുതുന്നുള്ളത്. അതിനെ പറയുന്നത് സ്വർഗത്തിൽ എഴുതുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുകയുണ്ട് സന്തോഷിപ്പാൻ കഥാ പറഞ്ഞു. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീനെന്ന് കർത്താവ് കഥാ പറഞ്ഞു. ശിക്ഷണങ്ങളോടാണ് പറഞ്ഞത്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും, രോഗികൾ നിങ്ങൾക്ക് കീഴടങ്ങും, രോഗം കീഴടങ്ങും. പക്ഷേ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്ന ജീവപുസ്തകത്തിലുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ജീവപുസ്തകം എന്നുള്ളത് എന്താകുന്നു എന്നുള്ളതിൻ്റെ നിർവചനം മനുഷ്യനുള്ള ബന്ധത്തിലും ഒന്നാമത്തെ ആകാശത്തിലെ ദൂതന്മാരുള്ള ബന്ധത്തിലും ഈ രണ്ട് സൃഷ്ടികളുടെ ബന്ധത്തിൽ വളരെ സുപ്രസിദ്ധമായൊരു പുസ്തകമാണ്. കാരണം ഇത് മനുഷ്യനെ കുറിച്ച് മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ലോകസ്ഥാപനം മുതൽ എഴുതി തുടങ്ങി വെള്ളസിംഹാസനം തുറക്കപ്പെടുന്ന പുസ്തകമാണ് ജീവപുസ്തകമെന്ന് പറയാമല്ലോ. ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ലോകാരംഭം മുതൽ ഞാൻ പറഞ്ഞ അന്നത്തെ കിട്ടിയ കാഴ്ചപ്പാടിൽ നിന്ന് ഇത് പഠിക്കും തോറും അത് തെറ്റിലേക്ക് പോവുകയല്ല, അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത്, നേരത്തെ ഞാൻ പഠിപ്പിച്ചത്, ഞാൻ എഴുതിയത് ലോകാരംഭത്തിൽ എഴുതി തുടങ്ങിയതും വെള്ളസിംഹാസനം തുറക്കപ്പെടുന്നതുമായ പുസ്തകമാണ് ജീവപുസ്തകം എന്നാണ് ഞാൻ പഠിപ്പിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ആഴമായ ഒരു വിശദീകരണം പഠനം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകാരംഭം മുതലല്ല ജീവപുസ്തകം എഴുതപ്പെട്ടതെന്നുള്ളത് എനിക്ക് ദൈവാത്മ വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ പഠിപ്പിച്ചതിനും ഞാൻ രേഖപ്പെടുത്തിയതിനും ഞാൻ അമെൻഡ് ചെയ്ത് ഞാൻ മാറ്റി. കാരണം അത് തെറ്റായിരുന്നില്ല. അത് ഒരു ഭാഗം കൊണ്ട് ശരിയാണ്. മനുഷ്യൻ്റെ പേര് ലോകാരംഭത്തിലാണ് എഴുതപ്പെട്ടു തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ രണ്ടു പേരിൽ നിന്ന് ഇന്ന് കാണുന്ന മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ന് സകല മനുഷ്യൻ്റെ പേര് എഴുതി തുടങ്ങിയത് ലോകാരംഭത്തിലാണ് ആരംഭമിട്ടത്. എന്നാൽ ലോകസ്ഥാപനത്തിങ്കൽ ആണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആദത്തിൻ്റെ ഹവ്വയുടെ പേര് രേഖപ്പെടുത്തിയത് ലോകസ്ഥാപനത്തിലാണ്.
അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പും ഈ ജീവവസ്തുവിൽ പേരെഴുതപ്പെട്ടിരുന്നു എന്നതിന് എന്ത് തെളിവ് എന്ന് ചോദിക്കാം. ഞാൻ പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതപ്പെട്ടു തുടങ്ങിയതും വെള്ളസിംഹാസനം മുമ്പാകെ തുറക്കപ്പെടുന്നതുമായ പുസ്തകമാണ് ജീവപുസ്തകം എന്ന് പറയുമ്പോൾ, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക. എല്ലാവരും അവരെല്ലാം ഭൂവാസികളൊക്കെയും ക്രിസ്തുവിനെ ആരാധിക്കും, മൃഗത്തെ ആരാധിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കവിടെ വചനമുണ്ട്, ലോകസ്ഥാപനം മുതൽ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ലോകസ്ഥാപനം മുതൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹവയെ കുറിച്ചാണെന്ന് സംശയമില്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് തെളിയിക്കാൻ ചോദിച്ചാൽ തെളിയിക്കണം. ഇങ്ങനെ തെളിയിക്കുന്നത് അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ജീവവസ്തു എഴുതി തുടങ്ങിയ ലോകസ്ഥാപനത്തിന് മുമ്പാണെന്ന് എവിടെയെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ലോകസ്ഥാപനം മുതലാണെന്ന് വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ലോകസ്ഥാപനം മുതൽ എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മനുഷ്യ വംശത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലോകസ്ഥാപനം മുതലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ അത് ലോകസ്ഥാപനത്തിന് മുമ്പാണെന്നുള്ളതും നമുക്ക് വേദത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വായിക്കുന്നത് വെളിപ്പാട് ദിവസം ശരിക്കും പഠിച്ചെങ്കിലേ അത് ബാക്കിയുള്ള പുസ്തകങ്ങളെ പഠിക്കാൻ എളുപ്പമാകത്തുള്ളൂ. ഇപ്പം ഇതുവരെയും വെളിപ്പാട് ദിവസ പഠനത്തിൽ ആരെങ്കിലും പങ്കെടുക്കാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂട്യൂബിൽ എൻ്റെ ക്ലാസ്സിൽ കിടപ്പുണ്ട്. അത് ശ്രദ്ധയോടെ കേൾക്കണം. ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒരു മിനിറ്റ് പോലും ശ്രദ്ധ വിട്ടു കഴിഞ്ഞാൽ അത്രയും ഭാഗം പോകും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, 13-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവവസ്തുവിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവവസ്തു, ഇപ്പോൾ ലോകസ്ഥാപനം മുതലാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ മനുഷ്യൻ്റെ പേർ എഴുതി തുടങ്ങിയത് എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇത് തന്നെ 17-ാം അധ്യായം 8-ാം വാക്യത്തിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 17-8 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. വെളിപ്പാട് ദിവസം പഠിച്ചിരുന്നു. പക്ഷേ 17-ന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വരുവാനുള്ളതുമായ മൃഗം ലോകസ്ഥാപനം മുതൽ ജീവവസ്തുവിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കുകയും ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. അപ്പോൾ ലോകസ്ഥാപനം മുതൽ ജീവവസ്തുവിൽ പേരെഴുതാതിരിക്കുന്ന, അപ്പോൾ ലോകാരംഭത്തെക്കുറിച്ചുള്ള ബന്ധം ഈ വേദവസ്തു അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടും ജീവവസ്തുവുമായിട്ട്. എന്നാൽ ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പെന്ന് പറയുമ്പോൾ അതിന് തക്കതായിരിക്കുന്ന തെളിവ് നൽകുന്ന വേദഭാഗങ്ങൾ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് ജീവവസ്തു എഴുതി തുടങ്ങി എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്നാൽ സൃഷ്ടികളുടെ ബന്ധത്തിൽ, നിത്യതയോടെ ബന്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകല കാര്യങ്ങൾ, സൃഷ്ടികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ജീവവസ്തുവോട് ബന്ധത്തിലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിത്യതയോടെ ബന്ധത്തിൽ നിത്യതയോടെ ബന്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകല സൃഷ്ടികളുടെയും പേരുകൾ ജീവവസ്തു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിന് തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ്. 20-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സമുദ്രം തങ്ങളുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മണ്ണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ മണ്ണമേൽപ്പിച്ചു കൊടുക്കുന്നത് അഥവാ നരകമേൽപ്പിച്ചു കൊടുക്കുന്നത്, ഇവിടെ ഈ പറയുന്ന മരണം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് കമൻട്രീസ് ഒക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കമൻട്രീസ് ഒക്കെ വായിച്ച് കൺഫ്യൂഷനായി മാറുകയുള്ളൂ. അവർക്കതിൻ്റെ അതെന്താണെന്ന് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഈ മരണം എന്നുള്ളത് ഒരു അവസ്ഥയല്ല. മരണം കൊണ്ട് പറയുന്ന നരകത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. മരണം നിന്നെ സ്തുതിക്കുന്നില്ല, പാതാളം നിന്നെ വാഴ്ത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനോട് ബന്ധത്തിലാണ്. മരണം എന്നുള്ളത് നരകമാണ്.
അപ്പോൾ മരണവിധി എന്നുള്ളതാണ് നരകവിധി. മരണത്തിനൊക്കെ പാപം ചെയ്യുന്നതിനെയാണ് നരകത്തിന് യോഗ്യരായി തീരുക എന്ന് പറയുന്നത്. നിങ്ങൾ നരക യോഗ്യരായി തീരുക എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം പാതാളം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നരകവും പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നരകം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകണം. ആരെ ഏൽപ്പിച്ചു കൊടുക്കും? നരകം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആരെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആരെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒടുക്കത്തെ നാളിൽ എന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും, അതിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. ജീവപുസ്തകത്തിൽ പേരില്ലാത്തതുകൊണ്ടാണ് അവരെ നരകാഗ്നിയിലിടുന്നത്. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവര് എവിടെയുണ്ട്? നരകത്തിലും പാതാളത്തിലും ഇപ്പോഴുണ്ട്, ഇനിയും അവിടെ എത്തിച്ചേരാനുള്ളവരുമുണ്ട്. അപ്പോൾ ലോകത്തിന്റെ ആരംഭം മുതൽ ഈ നാം ഇതേക്കുറിച്ച് മനുഷ്യനെ കുറിച്ചുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോഴാണ് ഇവിടേക്ക് ഈ നരകത്തിലേക്കും പാതാളത്തിലേക്കും ആത്മാക്കൾ പോകാൻ തുടങ്ങിയത്. എന്നാൽ അതിനു മുമ്പായി തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തെ വിട്ടുപോയ സൃഷ്ടി ഉണ്ടായിരുന്നു. അതിനെയാണ് ലൂസിഫർ അഥവാ മരണം എന്ന് പറയുന്നത്. അപ്പോൾ അവനെ ദൈവത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ തന്നെ അവൻ മരിച്ചു, നിത്യമരണത്തിന് അടിമപ്പെട്ടു. അപ്പോൾ അവന്റെ പേര് ജീവോസ്തിൽ ഉണ്ടായിരുന്നു, ജീവോസ്തിൽ രേഖപ്പെടുത്തിയതായിരുന്നു. ഒന്നാമത്തെ ആകാശത്തിലുള്ള സകല സൃഷ്ടിയുടെ പേര്, ദൂതന്മാരുടെ എല്ലാം പേര് ഇതിനകത്തുണ്ട്. എന്നാൽ സ്വർഗാസ്വർഗത്തിലുള്ള ദൂതന്മാരുടെ പേര് ജീവോസ്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അവർക്ക് മാറ്റമില്ലാത്ത സൃഷ്ടിയാണ്. ദൈവമായിട്ട് സ്വർഗാസ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന അവർക്ക് അവിടെ ഒരു തെറ്റും സംഭവിക്കത്തില്ല. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള സൃഷ്ടികളിൽ ഒന്നാമത്തെ ആകാശത്തിലെ സൃഷ്ടികളായിരിക്കുന്നവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന ലൂസിഫർ പാപം ചെയ്തപ്പോൾ അവനെ ദൈവം എവിടേക്കാ വെട്ടിയിട്ടത്? ഭൂമിയാകുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലേക്കാണ് വെട്ടിയിട്ടത്. അപ്പോൾ അവൻ അവിടെ വന്ന് ഇളായി തീർന്നപ്പോൾ അവന്റെ പേര് രേഖപ്പെടുത്തിയത് സ്വർഗത്തിലെ ജീവപുസ്തകത്തിന്റെ പേര് മായിച്ച് അവന്റെ പേര് എഴുതപ്പെട്ടത് ഭൂമിയിൽ രേഖപ്പെടുത്തി, മണ്ണിൽ രേഖപ്പെടുത്തി. മണ്ണിൽ ആദ്യമായി പേര് രേഖപ്പെടുത്തിയത് ആരുടെ പേരാണ്? ലൂസിഫറിന്റെ പേരാണ്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ഫാമിലി കോൺഫറൻസോട് ബന്ധത്തെടുത്ത ക്ലാസ്സിൽ അത് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അത് പങ്കെടുക്കാത്ത പലരും കേൾക്കാത്ത പലർക്കുമാണ് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. പങ്കെടുത്തവർക്ക് പോലും അതിനെക്കുറിച്ച് ചോദിച്ചു വരുമ്പോൾ അവരും കൺഫ്യൂഷൻ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയായിട്ട് രീതിയിൽ ഒരു കാര്യം പറയാൻ പറ്റാതെ പോകുന്നുണ്ട്. കാരണം അതിൻ്റെ മറ്റൊന്നുമല്ല, ഇതിനെ യഥാർത്ഥമായി ഹൃദയത്തിൽ ഗർഭം ധരിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയത്തുള്ളൂ. ഹൃദയത്തിൽ നമുക്കുണ്ടെങ്കിലേ അത് പ്രസ്താവിക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ പറയാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ ലോകസ്ഥാപനത്തിന് മുമ്പ് സൃഷ്ടികൾ ഉണ്ടായിരുന്നു. ആ സൃഷ്ടികളാണ് ഒന്നാമത്തെ ആകാശത്തിലെ സൃഷ്ടികൾ. ആ ദൂതന്മാരുണ്ട്, അവരുടെ പേരുകൾ ജീവസ്ഥലുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയവന്റെ പേര് മണ്ണിൽ രേഖപ്പെടുത്തി. ആദ്യമായി രേഖപ്പെടുത്തിയത് സാത്താന്റെ പേരാണ്. അവന്റെ പേര് രേഖപ്പെടുത്തി അവൻ എന്നേക്കും നിത്യ മരണത്തിനുള്ളവനായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ അവൻ അതിൻ്റെ സോഴ്സായി മാറി, മരണാധികാരിയായി മാറി, മരണാധികാരിയായ പിശാച്. അങ്ങനെയാണ് മരണം ഉത്ഭവിച്ചത്. നിത്യമരണത്തിൻ്റെ അധികാരിയായി സാത്താൻ മാറിയപ്പോൾ അവനോട് ചേരാനുള്ളവരുടെ എല്ലാം പേരുകൾ രേഖപ്പെടുത്തുന്നത് മണ്ണിലാണ്, മണ്ണിലെ ദേശിലാണ് രേഖപ്പെടുത്തുന്നത്. മണ്ണിൽ രേഖപ്പെടുത്തി വയ്ക്കും. അപ്പം ഈ ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പായി ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഉള്ള പേരുകളെല്ലാം ആരുടെയൊക്കെ പേരുകൾ മണ്ണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവരെല്ലാം ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ വെള്ള സിംഹാസനം മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അവിടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുമ്പോൾ അത് യാതൊരു മടിയും കൂടാതെ ഒരു എതിർപ്പും കൂടാതെ അംഗീകരിക്കത്തക്ക രീതിയിലാണ് കർത്താവിനെ പറയുന്നത്. അപ്പോൾ അത് അന്ന് വെളിപ്പെടുത്തും. പാതാളേൽപ്പിച്ചു കൊടുത്തവര്, നരകമേൽപ്പിച്ചു കൊടുത്തവര് അവിടെ മനുഷ്യർ മാത്രമല്ല എന്നുള്ളതിന് ഒരൊറ്റ തെളിവ് തന്ന. അപ്പോൾ അവിടെ ഉണ്ട് പാപം ചെയ്ത മനുഷ്യർ മാത്രമല്ല എന്നുള്ളത് വെളിപ്പെടുത്തി
ഞാൻ ഈ ക്ലാസ്സിന് വിരാമം കുറിക്കാം. ഈ ഇന്നത്തെ ഈ പഠനത്തിൻ്റെ സംശയം മാറ്റാൻ താല്പര്യപ്പെടുക. എന്നിട്ട് എപ്പോഴാണ് ഈ ഈ ഈ പേര് ഫൈനലൈസ് ചെയ്യുന്നത്, എവിടെയാണ് ഒരു മനുഷ്യനായിത്തീരുന്നുള്ളത് മനസ്സിലാക്കി എന്ന് രാത്രി ഞാൻ അവസാനിപ്പിച്ചത്. വിചാരിക്കുന്നത് ജീവിതത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അത് മായ്ച്ചു കളയാൻ കഴിയത്തില്ല. ജീവിതത്തിൽ എഴുതി എവിടെ പേര് അത് അതിനേക്കാൾ ഉയർന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് മായ്ക്കപ്പെടും, അവിടേക്ക് അത് എഴുതപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ വരാറുണ്ട്. മറ്റു ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയം എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സേ അറിയത്തുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഇന്ന സംശയം ഉണ്ടായിരുന്നുള്ളത്. ഇനി ഇത്രയൊക്കെ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ ചോദിക്കുമെന്ന് വേണ്ട, അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പം ജീവപുസ്തകം എന്നുള്ളത് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഈ ലൂസിഫറിൻ്റെ പേരുണ്ടായിരുന്നു, അരുണോദയപുത്രനായിരിക്കുന്ന ശുക്രൻ്റെ പേരുണ്ടായിരുന്നു, അവിടെയുള്ള ദൈവപുത്രന്മാരായിരിക്കുന്ന ദേവന്മാരുടെ പേരുകളും നക്ഷത്രങ്ങളായിരിക്കുന്ന ലൂസിഫറിനെ പോലെ അരുണോദയപുത്രന്മാരായിരിക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നവരുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമതായി ജീവോസ് എന്ന പേര് മായ്ക്കപ്പെട്ട് തള്ളപ്പെട്ട് ഭൂമിയിൽ രേഖപ്പെടുത്തി ഭൂമിയിൽ വന്ന് വീണത് ലൂസിഫറാണ്. അപ്പോൾ അവനാണ് മരണത്തിന് അധികാരി. ജീവന്റെ അധികാരിയായിരിക്കുന്ന കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നതാണ് ജീവപുസ്തകം. മരണാധികാരിയായിരിക്കുന്നവൻ ഉൾപ്പെടുന്ന പുസ്തകമാണ്. മരണാധികാരിയായിരിക്കുന്ന പിശാശല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് പേരെഴുതുന്നത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കള്ളനെ പിടിച്ചാണോ പോലീസ് സ്റ്റേഷൻ എഴുതിക്കാനിരുത്തുന്നത്? അവിടെ നല്ലത് എഴുതാനും മോശം എഴുതാനും ഒക്കെ ഇരിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അല്ലേ. ഇവിടുത്തെ റിലീസ് ചെയ്യണമെങ്കിലും ഇവിടുത്തെ അകത്ത് പിടിച്ചിടണമെങ്കിൽ എഴുതുന്നില്ല അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എഴുതുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും നരകാഗ്നിയിലേക്ക് പോകുന്നവൻ്റെ പേരെഴുതുന്നത് സാത്താനല്ല, അവൻ്റെ അധികാരത്തിലല്ല ഇരിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ കയ്യിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് വിമോചനമുള്ളത്. സാത്താൻ്റെ അധീനതയിലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അവനെ വിട്ടുതരത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ പുസ്തകം ഇരിക്കുന്നത്. ദൈവമാണത് രജിസ്റ്റർ ചെയ്യുന്നത്. ആരെ അതിനകത്ത് വെക്കണം, ആരെ അതിൽ നിന്ന് മാറ്റണമെന്നെല്ലാം തീരുമാനിക്കുന്നത് സൃഷ്ടിതാവാം ദൈവമാണ്. അതായത് സാത്താനിൽ തീരുമാനിക്കുന്നത്. അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണത്തിന് വിടുമോ? വിടത്തില്ല. പക്ഷേ നീതിമാനായിരിക്കുന്ന ദൈവം എഴുതുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കതിൽ നിന്ന് റിലീസാകാൻ സാധിക്കുന്നത്. രാത്രി ഇതുവരെയും സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തകന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ പേര് മണ്ണിൽ എഴുതപ്പെടുന്നതിൽ നിന്ന് മായ്ക്കപ്പെട്ടിട്ട് നിത്യജീവന്റെ പുസ്തകമായിരിക്കുന്ന ജീവപുസ്തകം ദൈവം എഴുതണം. അതാ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിത്യജീവൻ യോഗ്യരായി തീരണമെങ്കിൽ നമ്മുടെ പേര് ജീവപുസ്തകം എഴുതപ്പെടണം. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ മണ്ണിൽ കാലൂന്നി നടന്ന് പാപം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് സഹിക്കാൻ കഴിയാതായി കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. എൻ്റെ പേര് ജീവപുസ്തകം മായ്ക്കുകയും എൻ്റെ പേര് മണ്ണിൽ എഴുതി വെക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പേര് ജീവപുസ്തകം മായ്ക്കപ്പെട്ടു. എങ്ങനെ മായ്ക്കപ്പെട്ടത്? ഞാൻ മനഃപൂർവ്വമായി പാപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ ബാല്യപ്രായം കഴിഞ്ഞപ്പോൾ, ദൈവത്തെ അവിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ, വിശ്വസിക്കാത്ത ഉത്ഭവിക്കാത്ത എല്ലാം പാവമായി കഴിഞ്ഞപ്പോൾ, അതല്ലാതെ കൊലപാതകം നടത്തിയെന്നോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചെന്നോ മോഷ്ടിച്ചെന്നോ അല്ല. എല്ലാ മനുഷ്യരുടെയും പാപത്തെക്കുറിച്ച് പറയും. ചിലരുടെ പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില 5-6 കൂട്ടം കാര്യങ്ങളാണ് പാവമായിട്ട് ചിന്തിക്കുന്നത്. ബാക്കിയുള്ളതൊന്നും പാവമല്ല. കർത്താവ് പറഞ്ഞു, നീ മൂട എന്ന് പറഞ്ഞാൽ, നീ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിൽക്കണം. മൂട എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൊലപാതകം ചെയ്യണമെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കൊല്ലാൻ പറ്റിയാലേ, പക്ഷേ കൊല്ലാതിരിക്കുന്നത് പലതിനെ പേടിച്ചുകൊണ്ടാണ്. ദൈവത്തിന് എല്ലാ കൃത്യങ്ങളും അറിയാവുന്നത്. അപ്പം അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ലിസ്റ്റ് പറയുമ്പോൾ നമ്മൾ ആരും പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. നമ്മളെല്ലാവരും പാപം ചെയ്തതാണ്. അതുകൊണ്ട് നമ്മുടെ പേര് ഒരു തിരിച്ചറിവിൻ്റെ കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പേര്
ജീവവസ്തുവിൽ നിന്ന് മായ്ക്കപ്പെടുകയും ദൈവത്തിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് എൻ്റെ പേര് അത് മണ്ണിൽ എഴുതപ്പെടുകയും ചെയ്തു. മണ്ണിൽ എഴുതപ്പെട്ട ഞാൻ മണ്ണിനോട് ചേർന്ന് നിത്യനരകാഗ്നിയിലേക്ക് പോകാനുള്ളവനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞാൻ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ, വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം എൻ്റെ പേര് മണ്ണിൽ നിന്ന് മായ്ച്ചു. ജീവന്റെ പുസ്തകത്തിൽ വീണ്ടും എൻ്റെ പേര് അപ്പിയർ ചെയ്തു. എൻ്റെ പേര് വീണ്ടും ജീവപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ഞാൻ ഇവിടെ ഈ ക്ലാസ് എടുക്കുമ്പോഴും ദൈവകൃപയാൽ എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വാസത്തെ ഞാൻ പറയട്ടെ. ഒരു ഉദാഹരണം, എന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മറ്റാരെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ചോദ്യം ഉണ്ടാകും. എന്തിനാ എൻ്റെ പേരെടുത്ത് ചോദിക്കുന്നത്? അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് മാത്രം പറയുന്നത്. അപ്പോൾ എൻ്റെ പേരെന്ന വിശ്വാസത്താൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പേര് ദൈവത്തിൻ്റെ കൃപയാൽ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് എവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? ഞാൻ ജനിച്ചപ്പോൾ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു. ലോകസ്ഥാപനം മുതൽ ആദത്തിൻ്റെയും ഹവയുടെയും പേര് എഴുതപ്പെട്ടു. ലോകാരംഭത്തിൽ അവരുടെ പേരുകൾ മായ്ക്കപ്പെട്ടു. എന്നാൽ വീണ്ടും അവർ ദൈവത്തിലേക്ക് വന്നപ്പോൾ അവരുടെ പേര് ജീവപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മണ്ണിലെഴുതിയ നമ്മുടെ പേരിനെ ദൈവം മായ്ച്ചു കളഞ്ഞു. നമ്മുടെ പേര് ദൈവം സ്വർഗത്തിൽ എഴുതി വെച്ചു. സ്വർഗത്തിൽ എഴുതിയതിൻ്റെ അർത്ഥം, സ്വർഗത്തിൽ പല സ്ഥലങ്ങളിൽ എഴുതുന്നുണ്ട്. സ്വർഗത്തിൽ എഴുതിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫസ്റ്റ് എഴുത്ത് എഴുതുന്നത് ജീവപുസ്തകത്തിലാണ്. അപ്പോൾ ജീവപുസ്തകത്തിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പേര് നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഒരു വീണ്ടും ഞാൻ സംഭവിക്കുമ്പോൾ സന്തോഷമുണ്ടാകും എന്ന് ഈ ക്ലാസ് എടുക്കുമ്പോൾ നാം വീണ്ടും ജനിക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ സന്തോഷിച്ചിട്ടുണ്ടോ? അതോ ചില വ്യക്തികൾ, ചിലർ നമ്മളെ കൊണ്ടുവന്നവരൊക്കെ സന്തോഷിച്ചതേ ഉള്ളൂ? അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന എല്ലാവരും കൂടെ സന്തോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഒരാളെ വിശ്വാസി കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാനപ്പെടുത്തി, പക്ഷെ അത് സ്വർഗം സന്തോഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാത്രം സന്തോഷിക്കാവുന്നേ ഉള്ളൂ, ഒരു പ്രയോജനമില്ല. എന്നാൽ ഇവിടെ ആരും സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിലും സ്വർഗം സന്തോഷിക്കാൻ വേണ്ടി നമ്മുടെ പാപക്ഷമ നടത്തി ദൈവം നമ്മുടെ പാപം ക്ഷമിച്ച് അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കും. അതാണ് യഥാർത്ഥമായ സന്തോഷം. അതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. രക്ഷയുടെ സന്തോഷം. ഈ രക്ഷയുടെ സന്തോഷം എപ്പോഴും നമ്മളിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നിന്റെ സന്തോഷം വേണ്ടി നിന്റെ ആത്മാവിനെ നെടുക്കരുതെന്നൊക്കെ പൗലോസ് ദാവീദ് പ്രാർത്ഥിച്ചത്. അത് ഇതേക്കുറിച്ച് സവിസ്തരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും, ചുരുങ്ങിയത് ഇത് നിർത്താതെ വേണമെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കാം. കാരണം വേദപുസ്തകത്തിന്റെ ആരംഭം പോലുള്ള വിഷയങ്ങൾ ഇതിനകത്തൊന്നും നന്നായിക്കട ഓരോ വ്യക്തിയും എടുത്ത് പഠിച്ച് ആദത്തെക്കുറിച്ചും ഹവിയെക്കുറിച്ചും ഹാബേലിനെ കുറിച്ചും ഷേത്തിനെ കുറിച്ചും കയനെ കുറിച്ചും നോഗയെക്കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും സാറയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് പത്രോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് നമ്മളെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതൊരു പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ഒരു പേര് ദൈവം ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയും എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ്. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തി നാം തിരിഞ്ഞ ശിശുക്കളെ പോലെയായി. അതുകൊണ്ട് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് നാം ജീവങ്കിലേക്ക് കടന്നവരാണ്. ന്യായവിധിയിലകപ്പെടാതെ ജീവങ്കിലേക്ക് കടന്നവരാണ്. പ്രാരവസ്ഥയിലാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്. പക്ഷെ എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ 1989 മുതൽ ഉള്ള 37 വർഷത്തെ എൻ്റെ വിശ്വാസ ജീവിതം കൊണ്ട് എനിക്ക് കർത്താവിൻ്റെ കൃപയാൽ അന്നത്തേക്കാൾ യേശുക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനുണ്ട്, സ്നേഹം തിരിച്ചറിയുവാനും കർത്താവ് കൃപ തന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, ഞാനിന്ന് പഠിപ്പിക്കുന്നത്, ഞാനിന്ന് ഗ്രഹിക്കുന്നതൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ച വരുമ്പോൾ സ്വർഗം അത് അംഗീകരിക്കുന്നു, ദൈവം അത് കാണുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ പേരെഴുതി മായ്ച്ച് ദൈവം രേഖപ്പെടുത്തത്തില്ല. 1-ാം സ്വർഗത്തിലെന്നോ 2-ാം സ്വർഗത്തിൽ 3-ാം സ്വർഗത്തിൽ രേഖപ്പെടുത്തില്ല. നമ്മുടെ പുതിയ വിശ്വാസത്തെ സംബന്ധിച്ച് 2-ാം സ്വർഗവും 3-ാം സ്വർഗവും സമുദ്രവുമാണ്. അപ്പോൾ സമുദ്രത്തിൽ പോകാനുള്ള യോഗ്യതയ്ക്കുള്ള ഒരു ബേസിക് പ്രതിഫലം അല്ലെങ്കിൽ ഒരു നിരയിലേക്ക് പോകാനുള്ള സ്ഥിതി നമുക്ക് ദൈവം ഇനിഷ്യലി നമുക്ക് നൽകുകയാണ്, നമുക്ക് തന്നിരിക്കുകയാണ്.
ഇതിൽ നിന്ന് നാം പണിയപ്പെട്ടാൽ വീതിയും നീളവും ആഴവും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം പണിയപ്പെട്ട് നാം പണിയപ്പെടുന്ന അനുസരിച്ച് നമ്മുടെ നിലവാരം ദൈവം 60 മേനിയിലേക്ക് മാറ്റും. പക്ഷെ അത് ഡിക്ലെയർ ചെയ്യത്തില്ല. 60 മേനിയായി എന്ന് പറയും. അതിൽ നിന്ന് നാം വളർച്ച പ്രാപിച്ചെന്ന് രാത്രി ദൈവാത്മ നോക്കിയാൽ 100 മേനിയിൽ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന് അറിയാം 100 മേനിയാണെന്ന്. പക്ഷെ എഴുതത്തില്ല. കർത്താവ് വരികയാണെങ്കിൽ രൂപാന്തരപ്പെടും. അതെല്ലാം മരിക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ നിലവാരം അനുസരിച്ച് സ്വർഗം ഡിക്ലെയർ ചെയ്യും. 3-ാം സ്വർഗത്തിന് യോഗ്യനാണെന്ന് പറഞ്ഞ് നമ്മുടെ CD രാത്രിയിൽ സ്വർഗം നമുക്ക് വേണ്ടി എഴുതുന്ന റിപ്പോർട്ടാണ് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് തികവിലേക്ക് എത്താൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ ഉൾപ്പെടാൻ വേണ്ടിയ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മുടെ പേര് അനേക ഭക്തന്മാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്തെഫാനോസിന്റെ പേര് രേഖപ്പെടുത്തി, പൗലോസിന്റെ പേര് സ്വർഗത്തിൽ പേര് ആദിജാതന്മാരുടെ സഭ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്, കർത്താവിന്റെ അപ്പോസ്തലന്മാരുണ്ട്. അങ്ങനെ ആരെല്ലാം തികവിലേക്ക് എത്തി അവിടെ എല്ലാം പേര് രേഖപ്പെടുത്തിയപ്പോൾ ഇത് രാത്രി പറയണം, എൻ്റെ പേരും രേഖപ്പെടുത്തും ഞാൻ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാൽ. അതല്ല, അവിടെ തികവിലേക്ക് എത്താനുള്ളവരുടെ എണ്ണത്തിൽ നാം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെ ആ നിലവാരത്തിലേക്കാണ് കർത്താവ് കാണുന്നത്. അപ്പോഴാണ് ദൈവം അതിനെ ഫൈനലൈസ് ചെയ്യുന്നത്. ഒന്നൊന്നായി വിശുദ്ധന്മാർ മരിച്ചപ്പോൾ അവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം അവരെ 100 മേനിയിലേക്ക് ഉള്ള ലിസ്റ്റിൽ രേഖപ്പെടുത്തി. നാം 60 മേനിയിലുള്ളവരാണെങ്കിൽ, വിശുദ്ധ സ്ഥലത്തിന് മാത്രം യോഗ്യരാണെങ്കിൽ, അപ്പോഴാണ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മാറ്റിയിട്ട് നമ്മെ 2-ാം സ്വർഗത്തിൽ വസിക്കുന്നവരുടെ പുസ്തകത്തിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തുന്നത്. ഇതാണ് വിശുദ്ധന്മാരെ സംബന്ധിച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ സമുദ്രമാകുന്ന നിത്യജീവനിലേക്ക് പോകാനുള്ള മരണാന്തരയിലാണ് നമ്മുടെ പേര് രേഖപ്പെടുത്തുന്നത്. അത് നമ്മൾ ജനിച്ചപ്പോഴുണ്ടായിരുന്നതാണ്. കാണാതെ പോയതായിരുന്നു, കണ്ടുകിട്ടി. കാണാതെ പോയതായിരുന്നു, കണ്ടുകിട്ടി. അല്ലേ? ഇന്നലെ വയലിൽ പറയുന്നത് രമയെല്ലാം അടിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷിച്ചു. കാണാതെ പോയതായിരുന്നു, ഉള്ളതായിരുന്നു, നഷ്ടപ്പെട്ടു പോയതാ. നാം ദൈവത്തിൻ്റെ ആടുകളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അല്ലാതെ ജാതിയില്ല, അത് മതമില്ല, ഭാഷയില്ല, വംശമില്ല, ഏത് കുലത്തിൽപ്പെട്ടെന്നില്ല. എല്ലാ മനുഷ്യനും, മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യനും ആദ്യവംശത്തിൽപ്പെട്ടതാ. അതുകൊണ്ട് വേർതിരിവില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നാം എല്ലാവരും ദൈവത്തിൻ്റെതായിരുന്നു. എന്നാൽ നാം മോഷ്ടിക്കപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി, കളഞ്ഞുപോയി. ദൈവം കാത്തിരിക്കുക. കർത്താവ് സന്തോഷിച്ചു. എന്നെ ദൈവം തിരഞ്ഞു വന്നപ്പോൾ, കണ്ടുകിട്ടിയപ്പോൾ വലിയ സന്തോഷമുണ്ടായി. രാത്രി കാണാതെ പോയതിനെ കണ്ടുകിട്ടിയ ഒരു സന്തോഷം, അല്ലേ? വലിയ സന്തോഷം സ്വർഗത്തിലുണ്ടായി. അത് നമ്മുടെ രക്ഷയുടെ സമയത്തുണ്ടാകുന്നതാണ്. എന്നാൽ നാം വളരെയധികം സന്തോഷത്തോടെ ക്രിസ്തു ജീവിതത്തെ വളർച്ചയിലേക്ക് എത്തുമ്പോൾ സ്വർഗം പറയും, ഇവൻ 60 മേനിയിൽ ഉൾപ്പെടുവാനുള്ളവനാ, 100 മേനിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവൻ, ഓടിക്കൊണ്ടിരിക്കുന്നവനാ. ഇന്ന് രാത്രി ഓട്ടക്കളത്തിൽ ഓടുന്നവരെ ദൈവാത്മാവ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. സന്ദേശം ഇന്ന് രാത്രി ഞാൻ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒളിമ്പിക്സിലൊക്കെ ഓടുന്ന സമയത്ത് അവിടെ ആ ഓട്ടത്തിന്റെ സ്പീഡ് അറിയാൻ വേണ്ടി അവിടെ അതിനുള്ള സ്പെക്ട്രവും മീറ്റർ വെച്ചിട്ടുണ്ട്. ഓരോരുത്തൻ്റെ സ്പീഡ് എത്രയാണെന്ന് അതിന് കണക്കൂട്ടിയെടുക്കാൻ സാധിക്കും. മൈന്യൂട്ട് സെക്കൻഡ് പോലും കണ്ടെത്തി ഇന്നയാളുടെ കാല് ഈ സ്പീഡിലാണ് പോയതെന്ന് ലോകത്തിന്റെ ശാസ്ത്രത്തിന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ, ആത്മീയ ഓട്ടക്കളത്തിൽ ഓടുന്നവന്റെ സകല ഓട്ടത്തിൻ്റെയും റെക്കോർഡ് ഗ്രാഫ് സ്വർഗം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഞാനും നിങ്ങളും ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ബിരുദ പ്രാപിക്കാൻ വേണ്ടി ഓടുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ കർത്താവ് പറയും, അവൻ ബിരുദ പ്രാപിക്കും, അവൻ നേടിയെടുക്കുമെന്ന്. രാത്രിയിൽ ഒരുവനെ ഉള്ളെന്ന് പറയുമ്പോൾ ഒരു നിരയിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഇങ്ങനെ ഓടാതെ കടന്നവരായിരുന്നു. നാം ഉറങ്ങിപ്പോയവരായിരുന്നു. പാപം ചെയ്ത് ഉറങ്ങിപ്പോയി, പാപത്തിൽ നാം മരിച്ചുപോയി. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ചു, നമ്മളെ വേർപിരിച്ചു. നാം യേശുവിനെ
കർത്താവിനെ ശിക്ഷിച്ച പാപത്തിന് പരിഹാരമായിരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആണെന്ന് തറപ്പിച്ച് പറഞ്ഞ് ആരെ തെറ്റിദ്ധരിപ്പിക്കത്തില്ല. പക്ഷെ ഉള്ളതുപോലെ പറയണമല്ലോ. പാപത്തിന് പരിഹാരമായിട്ട് മറ്റെന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നതിനെ ശ്രദ്ധിക്കേണ്ട. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളത് യേശുവിന്റെ നാമമാണെന്ന് പറയാൻ കാരണം മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ്. വിലയേറിയ മനുഷ്യന്റെ ജീവനെ രക്ഷിപ്പാൻ കഴിവായിട്ടുള്ള ഒരു പുണ്യസ്ഥലങ്ങളുമില്ല. അതുകൊണ്ട് ആണ് യേശു അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പഠിപ്പിക്കുന്നത്. അതല്ലാതെ ആരെയെങ്കിലും അവഹേളിക്കുവാനോ കളിയാക്കുവാനോ ഒന്നും പറയുന്നതല്ല. അല്ലെങ്കിൽ മറ്റൊരു മാർഗം കാണിച്ചു തരിക, മറ്റൊരു മാർഗമുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. പക്ഷേ അബദ്ധം പറ്റരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. പ്രധാനവചനം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. യേശുവിൻ്റെ രക്തത്തിനല്ലാതെ മനുഷ്യപാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു രോഗം ബാധിച്ച ഒരാളുടെ രക്തം ഒരിക്കൽ മറ്റൊരാൾ കൊടുക്കത്തില്ല. നമുക്കറിയാം, രക്തം എടുക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കും എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും, പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആദമ വംശത്തിൽപ്പെട്ട സകല മനുഷ്യന്റെയും രക്തം പാപമംഗലമാണ്. ലോകത്തെ ജനിച്ച സകല മനുഷ്യന്റെയും രക്തം പാപമംഗലമാണ്. ജീവന് പകരം വെക്കുവാൻ ഒന്നുമില്ല. എന്നാൽ നസറേയന്റെ രക്തം മാത്രമേ ഉള്ളൂ പരിശുദ്ധമായത്. അതുകൊണ്ടാണ് പരിശുദ്ധ രക്തത്താൽ, തിരുരക്തത്താലുള്ള വിടുതൽ എന്ന് പറയുന്നത്. അവന്റെ രക്തം ജീവൻ നൽകുന്ന, ശക്തി പകരുന്ന, സൗഖ്യം നൽകുന്ന, വിശുദ്ധി പകരുന്ന ജീവരക്തമാണ്. ആ കുഞ്ഞാടിന്റെ രക്തം മാത്രമേ മറുവിലയായി തീരത്തുള്ളൂ. മനുഷ്യന്റെ ആത്മാവിന് മറുവിലയായി മറ്റൊന്നും പറയുവാൻ സാധിക്കാതിരിക്കുമ്പോൾ, തരാൻ കഴിയാതിരിക്കുമ്പോൾ, സ്വർണത്തിന് കഴിയത്തില്ല, വെള്ളിക്ക് കഴിയത്തില്ല, പൊന്നിനോ വെള്ളിക്കോ രക്തത്തിനോ ഈ ലോകത്തിലുള്ള ഒന്നിനും മനുഷ്യന്റെ ആത്മാവിന് മറുവിലയായി തീരാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം വളരെ ശക്തമായി വിളിച്ചു പറയുന്നു, യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. യേശുവിന്റെ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നത് കൊണ്ടാണ് അവൻ ഒഴികെ മറ്റൊരു മാർഗം രക്ഷയ്ക്കില്ല. അവിടെ പറയുന്ന ആകാശത്തിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, യേശുവിന്റെ നാമമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം അതല്ലാതെ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ്, മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യ പാപത്തിന് പരിഹാരത്തിനായി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതിന്റെ കാരണം വേറൊരു വഴി ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന ആയുസ് ഏറിയാൽ 70, 80 അല്ലെങ്കിൽ 120 വർഷം. ഈ വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമായിരിക്കുന്ന സുവിശേഷത്തിന്റെ മാർഗത്തെ നാം കേട്ടപ്പോൾ നമ്മുടെ മനസ്സ് ഉണർവുണ്ടായി. നാം കർത്താവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ എന്നെ കർത്താവ് അവിടെ ജനിച്ചതായിട്ട് രേഖപ്പെടുത്തി. സ്വർഗത്തിൽ ജന്മം സംഭവിച്ചതുകൊണ്ട് എൻ്റെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തി. ജീവിതത്തിൽ എൻ്റെ പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മണ്ണിൽ ജനിച്ചപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ ഞാൻ നിഷ്കളങ്കനായതുകൊണ്ട്, പാപം ചെയ്യാത്തതുകൊണ്ട് എൻ്റെ പേര് സ്വർഗത്തിൽ ജീവിതത്തിൽ പേരെഴുതിയിരുന്നു. ഞാൻ മനഃപൂർവ്വമായി ലോകത്തിൽ ഞാൻ മനഃപൂർവ്വമായി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് മായിച്ച് മണ്ണിൽ രേഖപ്പെടുത്തി. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ പേര് മണ്ണിൽ നിന്ന് മായിച്ചനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനായി ഞാൻ രാത്രി സ്തോത്രം ചെയ്തു. പക്ഷേ എൻ്റെ പേര് ഇതുവരെ എവിടെ ആയിത്തീരുമെന്നുള്ളത് സ്വർഗം അത് രഹസ്യമാക്കി വെച്ചിരിക്കുക. അത് ദൈവം അത് കരുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം മാത്രമേ അത് ഡിക്ലെയർ ചെയ്യൂ. ഏതായാലും നരകത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പാപം ചെയ്ത ദൂതന്മാരോട് കൂടെ എന്നെ ആക്കാത്തനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മരണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവിടെ രേഖപ്പെടുത്തുന്നത് പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസ്സിന് ചങ്ങലക്കിട്ട് നരകത്തിലാക്കിയിരിക്കുന്ന പറയുക. അപ്പോൾ നരകം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, മരണം ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ അകത്ത് പാപം ചെയ്ത ദൂതന്മാരെയാണ്, അവരെയും കഠിനപാപം ചെയ്തവരെയാണ് ഏൽപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചത്. പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ജീവവസ്തു പേരില്ലാത്തവരുടെ പേരാണ്. അവര് സമയം കിട്ടിയിട്ട് രക്ഷിക്കപ്പെട്ടില്ല, സാഹചര്യമുണ്ടായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല, പാപത്തിൽ മാത്രം വിചാരിച്ചു പോയി. അതുപോലെ തന്നെ വിശ്വാസത്തിൽ വന്നിട്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള പേരുകൾ കഠിനപാപമായി ചെയ്തിരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നരകത്തിലേക്ക് കഠിനപാപികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത് രാത്രി നമുക്ക് ചിന്തിക്കാം. ഞാൻ ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞത് അവസാനിപ്പിക്കാം.
അപ്പോൾ എൻ്റെ പേര്, ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേര് ജീവസ്വർഗത്തിലുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗം എൻ്റെ പേര് മണ്ണിൽ, എൻ്റെ പേര് ജീവസ്വം വായിക്കുകയും എൻ്റെ പേര് മണ്ണിൽ എഴുതുകയും ചെയ്തു. ഞാൻ ദൈവകൃപയാൽ ഒരു പ്രായമായപ്പോൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആകാശത്തിന് കീഴിൽ ഒരേ ഒരു നാമമുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് മണ്ണിൽ നിന്ന് മായിച്ച കർത്താവ് ജീവസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 30 ഞാൻ ഓടിത്തുടങ്ങിയ എൻ്റെ ജീവിതത്തിൻ്റെ സ്പീഡ് ദൈവം കണക്കൂട്ടി നോക്കുമ്പോൾ അത് 60 ആണോ 100 ആണോ എന്നുള്ളത് ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോഴാണ്, അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഫൈനലൈസ് ചെയ്യുന്നത്. ഓട്ടക്കളത്തിൽ ഓടിയാൻ തുടങ്ങിയപ്പോൾ ആ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പായി നീ എത്ര സ്പീഡ് ഓടിയാലും കാര്യമില്ല. നീ എത്ര സ്പീഡ് ഓടിയാലും ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് നീ ആവേശത്തോടെയൊക്കെ ഓടിയതാ, പക്ഷേ അത് ടച്ച് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഏതിലാണോ നീ നിൽക്കുന്ന നിലവാരത്തിലായിരിക്കും ദൈവം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് 30 മേനിയിൽ നമ്മുടെ പേര് ജീവസ് വന്നതിനായ സ്തോത്രം ചെയ്യാം. പാവം ചെയ്യാതെ നമ്മുടെ ദൈവം സൂക്ഷിച്ചതിനായ സ്തോത്രം ചെയ്യാം. നമ്മുടെ പേര് മണ്ണിൽ നിന്ന് മായ്ച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെ ഈ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലുത് പ്രാപിക്കുന്നവർ അനേകരല്ല, ഏകനത്ര എന്ന് പറഞ്ഞാൽ ഒരേ നിലവാരത്തിലുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്നെ നിത്യജീവന് ഓഹരിക്കാനാക്കി തീർന്ന് ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ സമുദ്രത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്നാൽ എൻ്റെ പേര് ഇതുവരെയും 2ാം സ്വർഗത്തിലോ 3ാം സ്വർഗത്തിലോ ഫൈനലൈസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ കർത്താവിൻ്റെ ആത്മാ നമ്മെ സ്വസ്ഥം വീക്ഷിക്കുന്നുണ്ട്. ഭൂമി എന്ന് നമ്മുടെ സമയം തീരുന്ന സമയത്ത് ദൈവം നമ്മുടെ ആയുസ്സിനെ മടക്കി വിളിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഏത് നിലവാരത്തിലാണെന്നുള്ളത് സ്വർഗം നോക്കിയിട്ട് ആത്മാക്കളെ തൂക്കി നോക്കുന്ന ദൈവമാണ് തീരുമാനിക്കുന്നത് ഏത് നിലയിലേക്ക് തള്ളിക്കളയണം എന്നുള്ളത്, ഏത് നിലയിലേക്ക് ആക്കണമെന്നുള്ളത്. നമ്മെ നിത്യനിരകാക്കി വിടിവിച്ച ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്യാം. നമ്മുടെ പേര് അത് മണ്ണിൽ എഴുതപ്പെട്ടിരുന്നായിരുന്നു. അത് കഠിന ഭാവി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി ദൈവത്തിൻ്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുവാടേറ്റവും നമ്മുടെ പേര് വീണ്ടും ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കാണാതെ പോയതിനെ കണ്ടുകിട്ടി സന്തോഷിപ്പാനുള്ള ഭാഗ്യമുണ്ടായി. ആ ഒരു സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം, എൻ്റെ ഭവനത്തിലുണ്ടായിരിക്കണം. രക്ഷയുടെ സന്തോഷം നമ്മുടെ ഭവനത്തിലും സഭയിലും ഉണ്ടായിരിക്കണം. ഞാൻ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് സ്വർഗം വളർന്നുകൊണ്ടിരിക്കുക. എൻ്റെ മാത്രമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് കേൾക്കുന്ന ലോകത്തിൽ ആയിരിക്കുന്ന സകല മനുഷ്യൻ്റെ ജീവിതത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആത്മീയത്തിന് യഥാർത്ഥമായ സത്യവചനത്തോടെ സഞ്ചരിച്ച് ഓട്ടമോടാമെങ്കിൽ, ആ തികവിലേക്ക് ആഞ്ഞ് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തുന്നത് സ്വർഗത്തിൽ ആദിജാതന്മാരുടെ പേര് രേഖപ്പെടുത്തി നമ്മളെ ഇവിടെ ഫയൽ വിടുന്ന മടക്ക വിടുന്ന നാം മാറ്റപ്പെടും. അതല്ല കർത്താവ് വരികയാണെങ്കിൽ നാം രൂപാന്തരപ്പെടുവാൻ ഇടയാത്തരും. അതുകൊണ്ട് മറിച്ച് ഞാൻ ജനിച്ച അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റവുമില്ലാതെ ഞാൻ പാപം ചെയ്ത ശേഷമായ പാപത്തിൽ തന്നെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം എൻ്റെ പേര് മണ്ണിൽ തന്നെ രേഖപ്പെടുത്തി വയ്ക്കും. ഞാൻ മരിക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ എന്നെ തൂക്കി നോക്കിയിട്ട് ഞാൻ പാതാളത്തിനാണ് യോഗ്യനെങ്കിൽ പാതാളത്തിൽ എൻ്റെ ഏൽപ്പിച്ചു കൊടുത്ത പേരിൽ എൻ്റെ പേര് എഴുതി വയ്ക്കും. അവിടേക്ക് പ്രവേശിക്കപ്പെടുന്ന ഭൂതാത്മാക്കൾ അവിടേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നത് പാവികളായിരിക്കുന്ന മനുഷ്യനെയും പാപം ചെയ്ത ഭൂതാത്മാക്കളെയുമാണ് അന്ന് പുനരുത്ഥാനത്തോടു കൂടി അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മരണമേൽപ്പിച്ചു കൊടുക്കുന്നത് പാപം ചെയ്ത ദുഷ്ടദൂതന്മാരെയും അതുപോലെ കഠിന പാപം ചെയ്ത മനുഷ്യരെയുമാണ് മരണമാകുന്ന നരകം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ പാപത്തിൽ ജനിച്ച് എന്നിൽ പാപം വളർന്ന് ഞാൻ ഒരിക്കലും ജീവവസ്ത്രത്തിലേക്ക് എൻ്റെ പേര് ദൈവം ഞാൻ ജനിച്ചപ്പോൾ ജീവവസ്ത്രമുണ്ടായിരുന്നു. ഞാൻ വളരെ തോറും പാപത്തിലകപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് മണ്ണിൽ രേഖപ്പെടുത്തി ജീവവസ്ത്രം മായിച്ചു കളഞ്ഞു. ഞാൻ അതേ നിലവാരത്തിൽ യാതൊരു മാനസാന്തരമില്ലാതെ അതേ നിലവാരത്തിലാണ് പോയതെങ്കിൽ ദൈവം നമ്മുടെ ഓരോരുത്തരെയും വീക്ഷിക്കുന്നുണ്ട്. ഞാൻ പാപിയായിട്ട് ആ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നെങ്കിൽ മരിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവിനെ ദൈവം പാതാളത്തിലേക്ക് വിടും. ആ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തും. അതല്ല, ഞാൻ അതിനേക്കാൾ കഠിനമായ പാപമാണ് ചെയ്യുന്നെങ്കിൽ ദൈവം നരകത്തിൽ പോകാനുള്ള അവരുടെ തള്ളിയെടുപ്പെടുന്നവരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തും. അവരുടെ പേര് ജീവവസ്ത്രത്തെ മായിച്ചു കളയും. അവരുടെ പേര് ജനിച്ചിട്ട് അതേ രീതിയിൽ മടങ്ങി വരാതെ പോകുന്നെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. അവസാനമായി നാം വിശ്വാസത്തിൽ വന്നിട്ട് നമ്മുടെ പേര് 100 മേനിൽ ഉൾപ്പെടാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നിരിക്കട്ടെ. പെട്ടെന്ന് ഒരു ദിവസം പിശാച് നമ്മളെ വന്ദിച്ചു. നാം പാപം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് ജീവസ്ഥലാണ് ഉണ്ടായിരുന്നത്. ദൈവത്തെ അറിയാൻ ഒരു മനുഷ്യൻ ദൈവത്തിന് പൂർണ്ണ വിശ്വാസമില്ല.
എപ്പോഴാണ് മനുഷ്യൻ തെറ്റിപ്പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആദ്യജാതന്മാരുടെ സഭ എഴുതിയാൽ പിന്നെ അവിടെ നിന്ന് വായിക്കത്തില്ല. എപ്പോഴാണ് എഴുതുന്നറിയാമോ? അവസാനം ഇവിടുന്ന് പോകുമ്പോഴാണ് എഴുതുന്നത്. അതുകൊണ്ട് അതുവരെയും നാം കാത്തു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെന്നും വിശ്വാസിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യും. ഇതിനകത്ത് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ജീവപുസ്തകത്തിൽ എഴുതപ്പെടാതെ നിത്യതയോടുള്ള ബന്ധത്തോട് സൃഷ്ടികളുമില്ല. പാപം ചെയ്ത ദൂതന്മാർ അവരെ അന്ധതമസ്തങ്ങളിലേക്ക് ഇട്ടിരിക്കുന്നു. അവരുടെ പേര് ജീവപുസ്തകം മായ്ച്ചളഞ്ഞ് മണ്ണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം ചെയ്ത മനുഷ്യന്റെ പേര് മണ്ണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് മടങ്ങി വരാനുള്ള സമയം ദൈവം തന്നിട്ടുണ്ട്. ആ മടങ്ങി വരുമ്പോൾ മണ്ണിൽ നിന്ന് പേര് മായ്ക്കപ്പെടും, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തും. നാം ഇവിടുന്ന് നമ്മുടെ അവസാന ശ്വാസം വലിച്ച് ഒന്നെങ്കിൽ രൂപാന്തരം അല്ലെങ്കിൽ നാം ഇവിടുന്ന് യാത്ര പറയുന്ന സമയത്താണ് നമ്മ ഏത് നിലയിലാണെന്നുള്ളത് സ്വർഗം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിലേക്ക് രേഖപ്പെടുത്താൻ ദിവസമായിട്ട് ഒരു മനുഷ്യൻ വിശ്വാസത്തേക്ക് വരുമ്പോൾ തന്നെ അവൻ്റെ പേര് മണ്ണിൽ നിന്ന് രേഖപ്പെടുത്തി ആദിജാതന്മാരുടെ സഭയിൽ എഴുതത്തില്ല. ആദ്യം നീ നേഴ്സറിയിൽ പഠിക്കണം, അതിനുശേഷം 30 മേനിയിൽ ഓടണം. ഓട്ടം തികഞ്ഞ് കഴിയുമ്പോഴാണ് 60ലേക്കും 100ലേക്കും എത്തുന്നത്. പക്ഷേ പൊതുവായൊരു ചിന്താഗതി പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ തന്നെ 100 മേനിയിലെത്തുന്ന ഓട്ടം തികച്ച പൗലോസിനെ പോലുള്ളവരുടെ പേരിൽ ഗണത്തിലാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുള്ള അബദ്ധ ചിന്തയുണ്ടെങ്കിൽ യഥാർത്ഥ മാറ്റിയെടുക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ പാപിയായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരപ്പോൾ തന്നെ ഓട്ടം തികയ്ക്കുന്ന പൗലോസിന്റെ കൂടെ രേഖപ്പെടുത്തുമോ? അങ്ങനെ ദൈവം രേഖപ്പെടുത്തത്തില്ല എന്നുള്ള സത്യമായതുകൊണ്ട് രാത്രി മറ്റൊരു സത്യം കൂടി ഞാൻ വിളിച്ചു പറയട്ടെ. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്തൃമേശ എടുക്കുന്നു എന്നതുകൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല. ഓട്ടക്കളത്തിൽ ഓടണം. ഓടി തികവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നാം ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ കർത്താവാണ് നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുന്നത്. സമയം ലഭിച്ചാൽ അത് നേടിയെടുക്കണം. ഇനി നാം രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് പോലും ഇല്ലെങ്കിലും നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ സമയം കിട്ടിയില്ല, നമുക്ക് ഒന്ന് പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കിയാണ്. ഇവൻ യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം കാലം നോക്കാതെ തികവിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളത് ഓർപ്പിക്കുന്നു. ദൈവത്തിന് കയ്യിരിക്കുന്ന നിശ്ചയമാണത്. നമുക്ക് ആർക്കും അതിൽ കൈകടത്താൻ സാധിക്കത്തില്ല. അതിനകത്ത് റെക്കമെൻഡേഷൻ ഇല്ല. ഒരു പാസ്റ്റർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വ്യക്തിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് എഴുതുന്നത് ദൈവമാകൊണ്ട്, അവന് മുഖപക്ഷമില്ലാത്തത് കൊണ്ട് ഞാൻ എഴുതിയ മുഖപക്ഷം കാണിക്കും. എനിക്ക് സഹതാപോ സന്തോഷമോ ഒക്കെ ഉള്ളവരുടെ പേര് ഞാൻ എഴുതി വയ്ക്കും. പക്ഷേ ആരെയും ദൈവം കൂട്ടുപിടിക്കത്തില്ല. ദൈവം എഴുതുന്നത് അവൻ്റെ ഇഷ്ടത്തിനായിരിക്കാൻ രാത്രി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പാപം ചെയ്തപ്പോൾ എൻ്റെ പേര് ജീവപുസ്തകം വായിക്കപ്പെട്ടു, എൻ്റെ പേര് മണ്ണിൽ എഴുതപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് വിട്ടുപോയതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവേ, ആ പേര് മണ്ണിൽ രേഖപ്പെടുത്തി. ഞാൻ പാപം ചെയ്ത് കഠിന പാപം ചെയ്തെങ്കിൽ നരകത്തിലേക്ക് പോകണമായിരുന്നു. ഞാൻ പാപിയായി മരിക്കേണ്ടി വന്നാൽ ഞാൻ പാതാളത്തിൽ പോകണമായിരുന്നു. എന്നാൽ കൃപയാൽ ആകാശത്തേക്ക് മനുഷ്യർ നൽകപ്പെട്ട ഒരേ ഒരു നാമമായിരിക്കുന്ന യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് ജീവന്റെ വീണ്ടെടുപ്പ് മറുവില തന്ന കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാപം ക്ഷമിച്ചുകൊണ്ട് പേര് വീണ്ടും മണ്ണിൽ നിന്ന് മായ്ക്കപ്പെട്ട എൻ്റെ പേര് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തോടെ തീർന്നു. ഞാൻ ഇന്ന് ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അന്ത്യശ്വാസം വലിക്കുക അല്ലെങ്കിൽ എൻ്റെ കർത്താവ് വരികയോ ചെയ്യുന്ന സമയം വരെ പരിശുദ്ധ മാത്രം നിൽക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഞാൻ ഓടി തികഞ്ഞു എന്നല്ല, അത് തികയേണ്ട സമയം വരുമ്പോൾ തികച്ചെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നല്ലോ. ഞാൻ ആ തികവിലേക്ക് എത്തിയാൽ ഇവിടുന്ന് ഞാൻ എൻ്റെ ആത്മാവ് പുറപ്പെടുമ്പോൾ എൻ്റെ പേര് സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയിൽ ഉൾപ്പെടുത്തും. അതല്ല, ഞാൻ ആ നിലവാരത്തിൽ നിൽക്കുന്നെങ്കിൽ ഞാൻ രൂപാന്തരപ്പെടും. ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ നിലവാരം ഓട്ടക്കളത്തിൽ ഓടുന്നതിൻ്റെ 60 മേനിയുള്ളെങ്കിൽ 2ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടും. ഞാൻ 30 മേനിക്കാരന് മാത്രമായിട്ട് ഓട്ടം ഓടുന്നെങ്കിൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് രാത്രിയിൽ സംശയങ്ങളൊക്കെ മാറി വിചാരിക്കുന്നു. നമുക്ക് ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരെങ്കിലും ഏകനത്രേ വിരുദ് പ്രാപിക്കുന്നുള്ള വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് കണ്ടുകൊണ്ട് ദൈവം നമ്മുടെ പേര് സ്വർഗത്തിലേക്ക് അധികാരന്മാരുടെ പേര് എഴുതപ്പെടത്തില്ല. ഓട്ടോ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അവനെ ആഴമായി സ്നേഹിച്ചുകൊണ്ട്
ദൈവം നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് രാത്രിയിലെ ദൈവന പഠനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട്